ഹലോ ഹായ് ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് എവരിവൺ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് പുതുവത്സ പുതിയൊരു വർഷം തുടങ്ങാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുതിയ ഗോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എനിവേ, സെറ്റ് ചെയ്യാത്ത ആൾക്കാർ പുതിയ ഈ കൊല്ലത്തെ പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മൾ പഠിക്കാനുള്ള കാര്യം. ബിക്കോസ് അത് ഇനി അങ്ങോട്ട് നമ്മളെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്, അതിലൊരു പ്രധാന പങ്കുള്ളത് നമ്മൾ ഇനി ചൂസ് ചെയ്യാൻ പോകുന്ന കോഴ്സാണ് അല്ലെ. സോ നിങ്ങൾ ഓൾറെഡി ഒരു കോഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. സോ ആ കോഴ്സിലേക്കുള്ള ഒരു ഓ ചവിട്ടുപടി എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ഈ ഒരു നമ്മുടെ കോഴ്സിൽ ചേർന്നിട്ടുണ്ടാവും അല്ലെ. എനിവേ, എല്ലാവർക്കും ആ, വിജയാശംസകൾ ഇപ്പൊ തന്നെ നേരുന്നു. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതാം. ഓൾറൈറ്റ്. സോ 22 പേരായിട്ടുണ്ട്. നമുക്കൊരു ഒരു മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. സോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉം, ഇതുവരെ നമ്മള് ആ, ഒരു ടാബിള്, അതേപോലെ പൈ ഡയഗ്രം, അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മള് ആ, പുതിയൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ നോക്കണം, പുതിയ ടൈപ്പ്. സോ ഇതിലുള്ള ഡാറ്റ എന്ന് പറയുന്നത്, ഈ ഡാറ്റയിൽ ടാബിളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് കുറച്ച് ഡാറ്റാസ് കുറച്ച് ഡാറ്റാസ് നമുക്കൊരു പാരഗ്രാഫ് രൂപത്തിൽ, അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ നമുക്ക് തരും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള യൂഷ്വലി നമ്മൾ കാണുന്ന പോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓൾറൈറ്റ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. XYZ are three friends who invested a certain amount in two different schemes, namely A and B. In scheme A, X invested 60,000 for 3 years, Y invested 75,000 for 4 years, Z invested 96,000 for 5 years. ഓക്കെ, ഒരു സ്കീം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വേറൊരു സ്കീം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പറയുന്നത്, നമ്മളിപ്പോ ഒരു സ്കീമിൽ ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് ഒരു ഷോപ്പ് തുടങ്ങുകയാണ്. ഇപ്പൊ ഞാനൊരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. എന്റെ ഫ്രണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് 20 ലക്ഷമാണ്. ടോട്ടല് ബഡ്ജറ്റ് 30 ലക്ഷമാണ്. ഓക്കെ. സോ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ അതിൽ 5 ലക്ഷം രൂപ ലാഭം കിട്ടി. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഹോട്ടലാണ്, ഒരു റെസ്റ്റോറന്റ് ആണ് തുടങ്ങിയത്. സോ റെസ്റ്റോറന്റ് ഒക്കെ ക്ലിക്കായി, നല്ല ക്ലിക്കായി. അതിൽ നിന്ന് 5 ലക്ഷം രൂപ വരുമാനം കിട്ടി. എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് 5 ലക്ഷം രൂപ വരുമാനം കിട്ടി. ഇനി ഈ 5 ലക്ഷം എങ്ങനെയാണ് വീതിക്കുക? 2.5 ലക്ഷം 2.5 ലക്ഷമായിട്ടാണോ വീതിക്കുക? അല്ലല്ലോ. കാരണം ഞാൻ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, എന്റെ ഫ്രണ്ട് 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് അവനെ അധികം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവന് അധികം ലാഭം കൊടുക്കണം അല്ലെ. സോ എന്താന്ന് പറഞ്ഞാല്, അതായത് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റേഷ്യോയിലാണ് ലാഭം കൊടുക്കുക. എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ 10 ലക്ഷമാണ് ഞാനിവിടെ 10 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഫ്രണ്ട് എത്ര ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? 20 ലക്ഷം. സോ ഞങ്ങൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 10 ലക്ഷം 20 ലക്ഷം, അല്ലെങ്കിൽ 1:2 എന്നുള്ളതാണ് ഞങ്ങളെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ അല്ലെ. ഞങ്ങളെ മൊത്തം ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ 1:2 എന്നുള്ളതാണ്. അപ്പൊ ലാഭം എടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അതായത് ഒരു പങ്ക് എനിക്കും 2 ഷെയർ ആയിരിക്കാം, 2 ഷെയർ ഫ്രണ്ടിനെ കൊടുക്കേണ്ടത്. സോ നമുക്കറിയാം, ഇങ്ങനെയാണ് സമയത്ത് നമ്മൾ എങ്ങനെയാ കാണുക? 1/3 എനിക്കും 2/3 ഫ്രണ്ടിനും അല്ലെ. ടോട്ടൽ 3/3, 1/3, 2/3, ടോട്ടൽ 3/3. സോ അപ്പോ 10 ലക്ഷം ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ, സോറി 5 ലക്ഷം അല്ലേ ലാഭം പറഞ്ഞേ, 5 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ 5 ലക്ഷത്തിന്റെ 1/3 എനിക്കും 5 ലക്ഷത്തിന്റെ 2/3 എന്റെ ഫ്രണ്ടിനാണ് കിട്ടുക അല്ലെ. ഓക്കെ. ഇനി നമുക്കിവിടെ നമുക്ക് ഈ ഒരു കേസ് നോക്കാം. ഈ ഒരു കേസിൽ
എക്സ് വൈ സെറ്റ് മൂന്ന് ഫ്രണ്ട്സാണ് ഉള്ളത്, മൂന്ന് ചങ്ങായിമാരാണുള്ളത്. മൂന്ന് ചങ്ങായിമാര്, അതിൽ ഒരാള്, ആദ്യത്തെ ആള് 60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 3 കൊല്ലത്തേക്കാണ് 60,000 ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ. രണ്ടാമത്തെ ആള് 75,000 4 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ആളോ 96,000 രൂപ 5 കൊല്ലത്തേക്ക്. ഇങ്ങനെയാണ് ഇവര് മൂന്നാൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഉം. ഇനി അടുത്തത് നമുക്ക് ആദ്യത്തെ സ്കീം നോക്കി നോക്കാം. ടോട്ടൽ പ്രോഫിറ്റ് ഏൺഡ് ഫ്രം സ്കീം എ ഈസ് 1,28,000. നമുക്ക് ഇവർ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റേഷ്യോ നോക്കി നോക്കാം. ഇവർ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റേഷ്യോ നോക്കാം. ആദ്യം ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പേ എങ്ങനെയാണ് ഇതിന്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നത് കേട്ടോ. സോ നമുക്ക് ഇവർ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റേഷ്യോ നമുക്ക് നോക്കാം. സോ ആദ്യത്തെ ആള് 60,000 രൂപ. ഒരു മിനിറ്റ് ഇടാം. ഓക്കെ. ആദ്യത്തെ ആള് 60,000 രൂപ 3 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ആളാണെങ്കിലോ 75,000 രൂപ 4 കൊല്ലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത്. മൂന്നാമത്തെ ആള് 96,000 രൂപ 5 കൊല്ലത്തേക്ക്. ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ്. 60,000 രൂപ 3 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 75,000 രൂപ 4 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 96,000 രൂപ 5 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ടോട്ടൽ റേഷ്യോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 60,000 ഇൻറ്റു 3 ഈസ്റ്റു 75,000 ഇൻറ്റു 4 ഈസ്റ്റു 96,000 ഈസ്റ്റു 5. ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ. സോ ഈ റേഷ്യോനെ ഏറ്റവും ചെറിയ രീതിയിലേക്ക് നമുക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഈ റേഷ്യോനെ ചെറിയ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ എന്ത് കിട്ടും? 3 3 0 പോയി, 3 0 പോയി. 60 ഇൻറ്റു 3 ഈസ്റ്റു 75 ഇൻറ്റു 4 ഈസ്റ്റു 96 ഇൻറ്റു 5. ഇനി 75 ഇൻറ്റു 4 നമുക്കറിയാം എത്രയാ? 300 ആണ്. സോ ഇത് എത്രയായിട്ട് മാറി? 150 ഈസ്റ്റു 300 ഈസ്റ്റു 4,800. അതിന് നമുക്ക് ഫർദർ ഇരുന്ന് ഒരു 0 കൂടി കട്ട് ചെയ്യാം. എല്ലാത്തുനിന്നും ഒരു 0, സോറി 450 400. എല്ലാത്തുനിന്നും ഒരു 0 കൂടി കട്ട് ചെയ്യാം. ഇനി എല്ലാത്തിലും നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? 6 കൊണ്ടല്ല, എല്ലാത്തിലും നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടാം? ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8. സോ ഇതാണ് ഫൈനൽ റേഷ്യോ. ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫൈനൽ റേഷ്യോ ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനും ഫ്രണ്ടും 10 ലക്ഷം 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോ ഉണ്ടായിരുന്ന റേഷ്യോ 1:2 ആണ് റേഷ്യോ. ഇപ്പോഴോ? പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് 10 ലക്ഷം 20 ലക്ഷം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? 60,000 3 കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, 75,000 4 കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഓരോ കൊല്ലത്തതുമാണ് കൂട്ടേണ്ടത്. ഇപ്പൊ 60,000 3 കൊല്ലത്തേക്ക് എന്ന് പറയുമ്പോൾ ആ 3 കൊല്ലത്തേക്ക് ടോട്ടൽ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തു? വിച്ച് മീൻസ് ഫോർ 3 ഇയേഴ്സ്. അതായത് മൊത്തം ബഡ്ജറ്റ് എത്രയുണ്ട് ആളുടെ? വെയിറ്റേജ് കൂട്ടുന്ന സമയത്ത് മൊത്തം എത്രയുണ്ട്? 60,000 ഇൻറ്റു 3 വരിക. അതേപോലെ സെഡിന്റെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 96,000 5 കൊല്ലത്തേക്കാണ് അല്ലെ? സോ 96,000 ഇൻറ്റു 5. അങ്ങനെ റേഷ്യോ നോക്കുന്ന സമയത്ത് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എത്ര വരിക? 3:5:8 ആണ്. സോ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഇത്രേ വേണ്ടുള്ളൂ. ഇത് കിട്ടിയാൽ ബാക്കിയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ ഇവർ ചെയ്യാൻ പറ്റും. മനസ്സിലായ എല്ലാവർക്കും? ഇനി ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാനിപ്പോ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ ആദ്യം മുതലേ പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടിരിക്കാം, ഞാൻ പറഞ്ഞുതരാം. ആദ്യം മുതലേ പറഞ്ഞുതരാം. ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ
ജസ്റ്റ് ഒന്ന് കൈവന്തിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് പറയാം, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. എനിവൺ മനസ്സിലാവാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞ ഒരു മടിയും വേണ്ട, മനസ്സിലാവാത്ത ഒരു മടിയും വേണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ചാപ്റ്റർ ഓൾറെഡി എടുത്തിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്തിരുന്നു ആരെങ്കിലും ഒന്നും? കിഷോർ കിഷോർ എടുത്തിരുന്നാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്തിരുന്നാ കിഷോറെ? എടുത്തുണ്ട്. എടുത്തിട്ടുണ്ട്. ഓക്കെ, സാറിന്റെ എടുത്തിട്ടുണ്ട് അല്ലെ? അതിൽ ഇതിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ? പ്രോഫിറ്റ് ആൻഡ് ലോസിലുള്ള കാര്യങ്ങൾ തന്നെയാണിത്. ആയിക്കോട്ടെ, അപ്പോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്നാ പറയുന്നത്, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ, any the profit of Y that is earned from scheme A is approximately what percentage of his profit from scheme B? ഞാനിപ്പോ പ്രോഫിറ്റ് സ്കീം എയിലുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ സ്കീം ബിയിലുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. സ്കീം ബിയിലുള്ള, ഓക്കെ, സ്കീം ബിയിലുള്ളത്, സ്കീം ബിയില് സ്കീം എയിലുള്ള റേഷ്യോ എത്രയായിരുന്നു? 3:. സ്കീം എയില് 3:5:8 ആണ് റേഷ്യോ കിട്ടിയത് അല്ലെ? സ്കീം ബിയിൽ നമുക്ക് നോക്കാം. സ്കീം ബിയില് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര വരുന്നത്? 50,000 into 2 is to 90,000 is to 3 is to സ്കീം 3 സെഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. സ്കീം 3. അപ്പൊ സെഡിന് എന്തുണ്ടാവൂല? അതിലുള്ള ലാഭവും സെഡിന് കിട്ടൂല. നമുക്ക് നോക്കാം ഏതൊക്കെ റേഷ്യോയിലാണ് സ്കീം 2 വരുന്നത് നോക്കാം. സ്കീം 2യുടെ ടോട്ടല് 10:27, റൈറ്റ്? 10:27 ആണ് സ്കീം ബിയിലുള്ള റേഷ്യോ വരുന്നത്. സ്കീം ബിയില് 10:27 ആണ് വരുന്നത്. 10:27 കേട്ടോ. ഇനി ലാഭം നോക്കാം. 1,28,000, 1,48,000, 1,28,000, 1,48,000. അടുത്ത എന്റെ കാര്യമാണ് നമ്മൾ ചോദിച്ചത്. എ എന്ന് പറയുന്നത് ഇയാളാണ്. എ ഫസ്റ്റത്തെ റേഷ്യോയിലുള്ള ഫസ്റ്റത്തെ ആളാണ് എ. ആദ്യം നമുക്ക് ഇതില് സ്കീം എയില് എക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി നോക്കാം. സ്കീം എയില് എന്റെ ഷെയർ എന്ന് പറയുന്നത് 3 ആണ്. ടോട്ടൽ എത്ര ഷെയർസ് ഉണ്ട് ഇവിടെ? നമ്മൾ റേഷ്യോന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 3, 5, 8 8 16 ഷെയർസ് ഉള്ളത്. നമ്മൾ ഈ റേഷ്യോയിലൊക്കെ ആക്കിയിട്ട് നോക്കുന്ന സമയത്ത് 16 ഷെയർസ് ആണ് മൊത്തം വരുന്നത്. നമ്മൾ റേഷ്യോയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? സോ ആ 16 എണ്ണത്തിൽ 3 ഷെയർ ആണ് ആരുടേത്? എന്റേത്. സ്കീം എയില് 3/16 ആണ് എന്റേത്. സോ മൊത്തം ഷെയർ എത്രയുണ്ട്? 1,28,000. അങ്ങനെയാണെങ്കിൽ സ്കീം എയില് എന്റെ പ്രോഫിറ്റ് എന്താണ്? 128,000 ഡിവൈഡഡ് ബൈ 16 ചെയ്തിട്ട് അപ്പൊ ഏകദേശം എത്ര വരാം? 8 into 8 6 48. 128 0.00 സോ ഒരു ഷെയർ എന്ന് പറയുന്നത് 8,000 ആണ്. ഒരു ഷെയർ എന്ന് പറയുന്നത് 8,000 ആണ്. അപ്പൊ 3 ഷെയർ എത്ര ഉണ്ടാവും? 3 ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,000 രൂപയാണ്. മനസ്സിലായോ? അതായത് ടോട്ടൽ ഇവിടെ 16 ഷെയർസ് ആക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതില് മൊത്തം 16 ഷെയർ ആക്കുകയാണെങ്കിൽ അതിൽ 3 ഷെയർ ആണ് ആരെടുത്തിട്ടുള്ളത്? 4/16 അല്ലേ വരണ്ടേ? 4/16 എയിൽ തന്നെ എക്സും വൈയും ഇസഡിലും വൈയുടെ കേസല്ലേ ചോദിക്കണേ? വെയിറ്റ്
പ്രോഫിറ്റ് ഓഫ് വൈ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? സോറി സോറി സോറി, വൈ ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ എക്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ വൈ എന്ന് പറയുമ്പോൾ 5 ആണ് വരിക കേട്ടോ. വൈ എന്ന് പറയുമ്പോൾ വൈന്റെ ഷെയർ എത്രയാ? സോറി, വൈ എന്ന് പറയുമ്പോൾ 5 ആണ്. വെയിറ്റ്, അതായത് ഇതാണ് വൈന്റെ ഷെയർ. വൈ നമ്മൾ കണ്ടുപിടിച്ചു. വൈന്റെ ഷെയർ എത്ര വരിക? 3:5:8 ആണ്. നമ്മളെ റേഷ്യോ എന്ന് പറയുന്നത് 3:5:8 ആണ്. ഇതിൽ 3 ആരതാ? എക്സ് ആണ് 3, 5 ആണ്, വൈ ആണ് 5, സെഡ് ആണ് 8. ഓക്കെ, അതങ്ങനെ നമുക്ക് എങ്ങനെയാ കിട്ടിയത്? അവർ ഇൻവെസ്റ്റ് ചെയ്ത റേഷ്യോ ഇതാണ് അവർ ഇൻവെസ്റ്റ് ചെയ്ത റേഷ്യോ. ഓക്കെ, അപ്പൊ 4 അല്ല വരിക, 4 ഇയേഴ്സിലേക്കാണ് ചെയ്തത്. പക്ഷെ നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റി? റേഷ്യോയിലേക്ക് മാറ്റുന്ന സമയത്ത് അത് എന്തായിട്ട് മാറി? എക്സിന്റെ ഷെയർ 3 ആയിട്ട് മാറി, വൈന്റെ ഷെയർ എത്രയായിട്ട് മാറി? 5 ആയിട്ട് മാറി, സെഡിന്റെ ഷെയർ 8 ആയിട്ട് മാറി. സോ നമ്മൾ എക്സിന്റെ ആണ് ഇപ്പൊ എടുത്തിരുന്നത്. എക്സിന്റെ അല്ല എടുക്കേണ്ടത്, വൈൻ്റെതാണ് എടുക്കേണ്ടത് കേട്ടോ. അത് ഇവിടെ മാറിപ്പോയതാണ്. Wait. ഒരു ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 8,000 തന്നെ വരാം കേട്ടോ. മൊത്തം എത്ര ഷെയർ ഉണ്ട് ഇവിടെ? മൊത്തം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തം റേഷ്യോ എന്ന് പറയുന്നത് 3:5:8 ആണ്. അപ്പൊ മൊത്തം റേഷ്യോ 16 ഉള്ളത്. നമ്മളോട് വൈന്റെ കാര്യം അവിടെ ചോദിച്ചത്. വൈന്റെ കാര്യം എന്ന് പറയുമ്പോൾ വൈക്ക് എത്ര ഷെയർ ഉണ്ട് ഇവിടെ? 5 ഷെയറാണ് ഉള്ളത്. സോ വൈന്റെ ഷെയറിന്റെ മൊത്തം ഒരു ഷെയറിന് 8,000 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുക. എങ്ങനെ? മൊത്തം പ്രോഫിറ്റ് 1,28,000 ആണ് അല്ലെ? സോ മൊത്തം ഷെയർസ് ഉള്ളത് 16 ആണ് കണക്കൂട്ടാം. ഇത് നമ്മൾ റേഷ്യോയിലേക്ക് എത്തിയിട്ട് കിട്ടിയ ഒരു ഫോമാണ് ഈ 16 എന്നുള്ളത്. അതായത് ഇത് മൂന്നും ഈ റേഷ്യോയിലുള്ള ഇത് മൂന്നും ആഡ് ചെയ്തു. അങ്ങനെ ഇനി അടുത്തത്, ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഷെയർ എന്ന് പറയുന്നത്, ഒരു ഷെയറിന് കിട്ടിയിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് 8,000 രൂപയാണ്. അപ്പൊ വൈന്റെ കയ്യിൽ, സ്കീമി കയ്യിൽ എത്ര ഷെയർ ഉണ്ട്? 5 ഷെയർ ഉണ്ട്. സോ വൈക്ക് എത്ര ലാഭം കിട്ടിയിട്ടുണ്ടാവും? 40,000 ആണ് വൈക്ക് കിട്ടിയ ലാഭം, സ്കീം എയിൽ കൂടിയിട്ട്. ഇനി അടുത്തത്, ഇതും പ്രോഫിറ്റ് ഓഫ് വൈ തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ. ഇനി സ്കീം ബി, സ്കീം ബിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, സ്കീം ബിന്റെ കാര്യം നമുക്ക് നോക്കാം. സ്കീം ബിയില് നമ്മൾ നേരത്തെ സ്കീം ബിന്റെ റേഷ്യോ കണ്ടുപിടിച്ചു. എത്രയാണ് സ്കീം ബിന്റെ റേഷ്യോ? എത്രയാണ് ഉണ്ടായിരുന്നത് സ്കീം ബിന്റെ റേഷ്യോ? ആർക്കെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സ്കീം ബിന്റെ റേഷ്യോ? 10:27. വെരി ഗുഡ്. 10 ആരൊക്കെയാണ്? 10 എക്സിനാണ്, 27 ആയിരിക്കാം വൈക്കാം. സോ ടോട്ടല് സ്കീം ബിയിലുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,48,000, റൈറ്റ്? 1,48,000 അല്ലേ? അപ്പോ ടോട്ടൽ ഇവിടെ ഷെയർസ് എത്ര ഉണ്ട്? 37 ഷെയർസ് ആണ് അല്ലെ? ഒന്നും കൂടി കൺഫേം ചെയ്യാം. 50,000 ഇൻറ്റു 2, 90,000 ഇൻറ്റു 3 അല്ലെ? അതിന്റെ റേഷ്യോ നോക്കുന്ന സമയത്ത് 3 പോയി, 4 പോയി, 27:10 തന്നെയാണ് വരുന്നത്. ഇനി അടുത്തത് 1,48,000 ഡിവൈഡഡ് ബൈ 37. 1,48,000 ഡിവൈഡഡ് ബൈ 37. അത് എത്ര വരിക നോക്കാം. ഏകദേശം എത്ര വരിക? 28, 4 അല്ലെ? സോ ഒരു ഷെയർ എത്ര വരും അപ്പോ? 4,000 രൂപ. 38, 148. ഒരു ഷെയർ 4,000 രൂപയാണ് ഒരു ഷെയർ വരിക കേട്ടോ. 4,000 രൂപയാണ് ഒരു ഷെയർ വരിക. അപ്പൊ വൈക്ക് എത്ര ലാഭം കിട്ടിയിട്ടുണ്ടായിരുന്നു? വൈക്ക് എത്ര ലാഭം കിട്ടിയിട്ടുണ്ട്? ഒരു ഷെയർ 4,000 രൂപയാണ്. വൈന്റെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട്? 27 ഷെയർ ആണ് വൈന്റെ കയ്യിലുള്ളത്. അപ്പൊ വൈക്ക് കിട്ടിയിരിക്കുന്ന ലാഭം എത്രയാ? 27 ഇൻറ്റു 4,000, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരെ? ഏകദേശം 1,08,000. 1,08,000. അപ്പൊ നമ്മൾ ആൻസർ കിട്ടി. അതായത് സ്കീം എയില് വൈക്ക് കിട്ടിയിരിക്കുന്നത് 40,000 രൂപയാണ്. സ്കീം ബിയില്
സ്കീം എയില് വൈക്ക് കിട്ടിയിരിക്കുന്നത് 40,000 ആണ്. സ്കീം ബിയില് വൈക്ക് കിട്ടിയിരിക്കുന്നത് 1,08,000 ആണ്. ഇനി ഇനി നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ഇനി ഈ 1,08,000 എത്ര പെർസെന്റേജ് ആണ് 40,000 എന്ന് കണ്ടുപിടിച്ചാൽ മതി. 1,08,000 എത്ര പെർസെന്റേജ് ആണ് 40,000 കണ്ടുപിടിച്ച ആൻസർ കിട്ടി. ഇതിൽ എത്രയായിരിക്കും ആൻസർ ഉണ്ടാവുക? ഏകദേശം എത്ര ഉണ്ടാവും? 37. 37%. ഓക്കെ, എന്തായാലും ചെയ്ത് നോക്കാം. 40,000 ഡിവൈഡഡ് ബൈ 1,08,000. 3,0 പോയി 40/108. ഇതിന് കൃത്യമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര കിട്ടുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 10. ഇത് എത്ര ഉണ്ടാവും? 100, 25, 27. 10/27 കിട്ടുക അല്ലെ? 10/27 അല്ലെ? റൈറ്റ്. സോറി, വൈക്ക് 40,000 എന്നല്ലല്ലോ നേരത്തെ കിട്ടിയ? 10/27. 10/27 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരും? 100/27. 3, 27, 89. ഏകദേശം 7 വരും അല്ലെ? 3 എന്നാലും വരില്ല. ഇപ്പൊ 7 നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എഴുതാം. ഏകദേശം 37% ആണ് വരിക. കിട്ടിയില്ലേ? നിങ്ങൾക്ക് കിട്ടിയില്ലേ? ചെയ്ത് നോക്കാം, അത് ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി എക്സിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഏൺഡ് ഫ്രം ടു സ്കീംസ് ഈസ് ഹൗ മച്ച് മോർ ദാൻ ദ പ്രോഫിറ്റ് ഓഫ് സെഡ് ദാറ്റ് ഈസ് ഏൺഡ് ഫ്രം സ്കീം എ. അതായത് എക്സ്, നമ്മൾ എക്സ് എന്ന് പറഞ്ഞ ചങ്ങായി 2 സ്കീമിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെഡ് ആണെങ്കിൽ രണ്ടാമത്തേൽ ചെയ്തിട്ടില്ല, ആദ്യത്തേൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന് 2 സ്കീമിലും കൂടി കിട്ടിയിട്ടുള്ള ഇൻകം എത്രയാണെന്ന് നോക്കാം. എക്സിന്റെ സ്കീം 1ലുള്ള ഇൻകമും സ്കീം 2ലുള്ള ഇൻകമും നോക്കാം. എക്സിലെ സ്കീം 1ല് ഐ തിങ്ക് എക്സിന്റെ ഷെയർ 3 ഷെയർ അല്ല ഉണ്ടായിരുന്നേ അല്ലെ? എക്സിന് 3 ഷെയർ ആയിരുന്നു ആദ്യത്തേൽ ഉണ്ടായിരുന്നത്. റേഷ്യോ വെച്ച് നോക്കുന്ന സമയത്ത് 3 ഷെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു ഷെയർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 8,000 ആയിരുന്നു ഒരു ഷെയർ അല്ലെ? 8,000 ആയിരുന്നു ഒരു ഷെയർ. ഇനി സ്കീം 2ല് എക്സിന് എത്ര ഷെയർ ഉണ്ടായിരുന്നു? സ്കീം 2ല് എക്സിന് 10 ഷെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു ഷെയർ എത്ര ഉണ്ടായിരുന്നു? സ്കീം 2ല് ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4,000. അത് നമ്മളിപ്പോ കണ്ടുപിടിച്ചു അല്ലെ? സോ സ്കീം 1ഉം സ്കീം 2ഉം കൂടിയിട്ട് 24,000 പ്ലസ് 40,000. ടോട്ടൽ എത്ര കിട്ടി? 64,000 രൂപയാണ് എക്സിന് 2 സ്കീമിലും കൂടിയിട്ട് കിട്ടിയത്. അതായത് സ്കീം 1ല് 3 ഷെയർ ആയിരുന്നു, ഒരു ഷെയറിന് 8,000 വെച്ചിട്ട് കിട്ടി. സ്കീം 2ല് 10 ഷെയറിന് ഒരു ഷെയറിന് 4,000 വെച്ച് കിട്ടി. ടോട്ടൽ 64,000. ഇനി സെഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെഡ് ആകെ ഒന്നാമത്തേന് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയിട്ടുള്ളൂ. രണ്ടാമത്തേതിൽ സെഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല. അപ്പോ സെഡ് എനിക്ക് തോന്നുന്നു ഒന്നാമത്തേല് സെഡിന്റെ ഷെയർ എന്ന് പറയുന്നത് 8 ആണ് അല്ലെ? 8 ഷെയർ ഉണ്ടായിരുന്നു. സെഡിന് 8 ഷെയർ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഷെയറിന് എത്ര ഉണ്ട്? 8,000 രൂപയാണ് ഒരു ഷെയർ. അപ്പൊ ടോട്ടൽ എത്രയായി? 8 × 8 64,000 രൂപയാണ് അതിന് കിട്ടിയത്. സ്കീം 1 തന്നെ സെറ്റിന് എത്ര കിട്ടി? 64,000 രൂപ കിട്ടി. സോ ഇതിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 64,000, 64,000. ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 0. സെറ്റ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായി ഇരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇൻട്രസ്റ്റ് പഠിച്ചിട്ടുണ്ടോ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 കൊല്ലത്തേക്ക് ചോദിച്ചിട്ടുള്ളൂ, അതൊന്നും കുഴപ്പമില്ല. എന്തായാലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കാം. നോക്കിക്കോ, ചെയ്ത് നോക്കിക്കോ. After the duration of scheme is over, Y has decided to lend his total investment, including his profits on compound interest, at the rate of 10% per annum for 2 years. What will be the compound interest earned by him? അതായത് ബിസിനസ് കഴിഞ്ഞിട്ട് ആൾക്ക് കുറെ പൈസ കിട്ടി.
പൈസ കിട്ടിയിട്ട് ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും തിരിച്ചു കിട്ടി, അതേപോലെ ലാഭവും തിരിച്ചു കിട്ടി, എല്ലാം കിട്ടി. ഇതെല്ലാം കൂടി കൂടിയിട്ട് ആളെന്ത് ചെയ്യുന്നു, ബാങ്ക് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ചെലവായി പോകണ്ടെന്നുള്ള മൈൻഡിൽ ആള് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ് ബാങ്കിൽ. അപ്പൊ ബാങ്കിൽ 10% ആണ് കിട്ടുക, ഒരു കൊല്ലത്തേക്ക് 10% വെച്ചിട്ട് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കൂട്ടുന്നത് വിചാരിക്കാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആൾക്ക് എത്ര കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും, പലിശ ടോട്ടൽ ആൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും, അതാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം വൈന്റെ സ്കീം എയിലുള്ളതും സ്കീം ബിയിലുള്ളതും കൂട്ടാം. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റും കൂട്ടണം, അയാളുടെ ഇൻവെസ്റ്റ്മെന്റും കൂട്ടണം, പിന്നെ എന്ത് കൂട്ടണം, കിട്ടിയ ലാഭവും കൂട്ടണം. ഉം. എന്നിട്ട് അതിനുശേഷം 10% വെച്ചിട്ട് ആൻസറിൽ ഇൻട്രസ്റ്റ് മാത്രം മതി കേട്ടോ, ടോട്ടൽ എമൗണ്ട് വേണ്ട. ഇൻട്രസ്റ്റ് എത്ര കിട്ടിയിട്ടുള്ളതെന്നാ ചോദിക്കുന്നത്, 2 കൊല്ലം കൊണ്ട് എത്ര ഇൻട്രസ്റ്റ് ആൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാ ചോദിക്കുന്നത് കേട്ടോ. കിട്ടി, ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് മെസ്സേജുകൾ. ലാസ്റ്റ് പറഞ്ഞ 10/27 ഞാൻ കണ്ടില്ല കേട്ടോ. ആ, ഞാൻ ഒന്നുകൂടി പറയാം. 10/27 ഇപ്പൊ മനസ്സിലായോ 10/27 എങ്ങനെയാ വന്നതെന്ന്? 10/27 ഒന്നും കൂടി പറയുമെന്ന് വിളിച്ചിട്ടുണ്ട്. 10/27 പറഞ്ഞ കേട്ടോ, എല്ലാ 10/27 പറയാം. ചെറു 4 2 4 4ആണ് കിട്ടിയേ. നോക്കാം. അതിന് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടല്ലേ, 1/r/n (n) എന്നുള്ള ഇക്വേഷൻ ഒക്കെ അത് ഉപയോഗിക്കേണ്ടത്. പക്ഷെ അത് 2 കൊല്ലത്തേക്കല്ലേ ഉള്ളൂ. അപ്പോ ജസ്റ്റ് സാധാരണ നോർമലി ഉള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. 10% അല്ല, പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ചെയ്ത് നോക്കാം. ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് പറഞ്ഞ 10/27. അതായത് ഇവിടെ സ്കീം ബി, സ്കീം ബിയില് എക്സിന്റെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് എത്ര, 50,000 ഇൻറ്റു 2. 50,000 2 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് കൂട്ടുക. ഈസ് ടു 90,000 ഇൻറ്റു 3. നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഫോമിലേക്ക് ഇതിനെ മാറ്റണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റാനായിട്ട് ഇത് 4/0 തട്ടിക്കളയാം. ഇപ്പൊ 10:27 കിട്ടും. ഇനി ഇതാണ് വൈന്റെ പ്രോഫിറ്റ്. വൈന്റെ പ്രോഫിറ്റ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. എക്സിന്റെ പ്രോഫിറ്റ് ഇങ്ങനെയായിരിക്കും. ടോട്ടൽ എത്ര ഷെയർസ് ആയി, വൈക്ക് 10 ഷെയർ ഉണ്ടെങ്കിൽ എക്സിന് 10 ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈക്ക് 27 ഷെയർ ഉണ്ടാവും. സോ നമുക്ക് ടോട്ടൽ 37 ഷെയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ 37 ഷെയറിന്റെ ലാഭമാണ് എത്ര, 1,48,000. അപ്പോ ഒരു ഷെയറിന് എത്ര ലാഭം കിട്ടും, ഈ 36 ഷെയർ കൂടി കൂടിയിട്ടാണ് എത്ര ആയത്, 1,48,000 ആയത്. ഒരു ഷെയറിന് എത്ര കിട്ടും, 1,48,000 ഡിവൈഡഡ് ബൈ 37, ദാറ്റ് ഈസ് ഈക്വൽ ടു 4,000 റുപ്പീസ്. ഒരു ഷെയറിന് 40,000 ആണ് കിട്ടുക. ഇവിടെ നമ്മൾ വൈന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. വൈന്റെ കാര്യം ചോദിക്കുമ്പോൾ വൈക്ക് ടോട്ടൽ എത്ര കിട്ടിയിട്ടുണ്ടാവും, വൈക്ക് 27 ഇൻറ്റു 4,000, അതായത് 1,08,000. അതാണ് വൈക്ക് സ്കീം ബി എന്ന് മാത്രം കിട്ടിയത്.
ഇനി വൈക്ക് സ്കീം എന്ന് എത്ര കിട്ടിയിട്ടുണ്ട്? വൈക്ക് സ്കീം എന്ന് സ്കീം എയില് വൈന്റെ ഷെയർ 5ആണ്. നമ്മൾ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 5 കിട്ടി. 27 ഒരു 5 കിട്ടി. അതിലൊരു ഷെയറിന്റെ വാല്യൂ എത്രയാ? 8000 ആണ്. സോ 40,000 ആണ് വൈക്ക് സ്കീം എന്ന് കിട്ടുക. സ്കീം എന്ന് 40,000 ആണ് കിട്ടുക. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ദ പ്രോഫിറ്റ് ഓഫ് വൈ ദാറ്റ് ഈസ് ഏൺഡ് ഫ്രം സ്കീം എ ഈസ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെന്റേജ് ഓഫ് ഹിസ് പ്രോഫിറ്റ് ഫ്രം സ്കീം ബി. അപ്പോ പ്രോഫിറ്റ് ഓഫ് വൈ ഫ്രം എ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ഓഫ് വൈ ഫ്രം ബി. ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 40,000 ഡിവൈഡഡ് ബൈ 1,08,000. ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരാം? ഇതിനെ കട്ട് ചെയ്ത് എത്ര വരും? 40,000 ബൈ 1,08,000 ഈസ് ഈക്വൽ ടു, ഇതിനെ ചുരുക്കി ഇങ്ങനെ എത്ര വരും? 10/27 വരും. ഇങ്ങനെയാണ് 10/27 വരുന്നത് കേട്ടോ. ഇതും 10/27 തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതില് എന്തോ ഒരു ഇത് കാരണം എന്തായി 10/27. ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ വരികയല്ല. അത് നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ വന്നതാണ്. 10/27 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും? 37% കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ ഉണ്ട് സർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക്. ഈ ക്വസ്റ്റ്യനില് വൈന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നോക്കാം. വൈന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വൈ സ്കീം എ. സ്കീം എയില് വൈ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? സ്കീം എയിൽ 75,000 ആണ് വൈ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ? 75,000. സ്കീം ബിയിലാണെങ്കിലോ? സ്കീം ബിയില് 90,000 ആണ് വൈ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. 90,000. ഇനി സ്കീം എയിൽ വൈക്ക് എത്ര ലാഭം കിട്ടിയിട്ടുണ്ട്? വൈക്ക് കിട്ടിയ ലാഭം നമുക്കറിയാം. ഒരു ഷെയറിന് സ്കീം എയിൽ 8,000 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സ്കീം എയിൽ വൈക്ക് 5 ഷെയർ ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ കണക്ക് വെച്ച് കൂട്ടി നോക്കുകയാണെങ്കിൽ 5 ഷെയർ ആണ്. സോ 5 ഇൻറ്റു 8,000 അതായത് 40,000 അല്ലെ? വൈന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. സ്കീം ബിയിലാണെങ്കിൽ 27 ഷെയർ ആണ് ഉണ്ടായിരുന്നത്. ഒരു ഷെയറിന് 4,000 രൂപ വെച്ചിട്ട് 1,08,000 രൂപയാണ് വൈക്ക് പ്രോഫിറ്റ് കിട്ടിയത്. 1,08,000 രൂപ അല്ലെ? സോ ഇനി ഇതെല്ലാം കൂട്ടാം. സ്കീം എയിൽ മൊത്തം എത്ര പൈസ വൈക്ക് കിട്ടി? മൊത്തം കിട്ടിയ പൈസ 1,15,000 രൂപ സ്കീം എയിൽ മാത്രം കിട്ടിയിട്ടുണ്ട്. മുതലും ലാഭമൊക്കെ അടക്കം. സ്കീം ബിയിലാണെങ്കിലോ 1,98,000 രൂപ സ്കീം ബിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടാം? 3,00,000. മൊത്തം സ്കീം എയും സ്കീം ബിയും കൂടി കൂട്ടിയിട്ട് 3,13,000 രൂപ മൊത്തം ആളെ കയ്യിലുണ്ട്. ഇപ്പൊ ആളെ കയ്യിൽ 3,13,000 രൂപയാണ് മൊത്തം ഉള്ളത് അല്ലെ? ഇനി ആദ്യത്തെ കൊല്ലം ഈ 3,00,000 എടുത്തിട്ടേ ആള് ഭയങ്കര ബുദ്ധിമാനാ. ചെലവാവണ്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു? നേരെ ബാങ്ക് കൊണ്ടുപോയിട്ട് ഇട്ടു. ബിസിനസ് ഒക്കെ കഴിഞ്ഞില്ലേ? ബിസിനസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ആൾ എന്ത് ചെയ്തു? നേരെ പോയിട്ട് ബാങ്കിലിട്ടു. ബാങ്കിലിട്ട സമയത്ത് 10% ഇൻട്രസ്റ്റ് കിട്ടുക. 10%. ആദ്യത്തെ കൊല്ലം ആൾക്ക് എത്ര കിട്ടി? ആദ്യത്തെ കൊല്ലം ആൾക്ക് കിട്ടിയത് 31,300. 10% കിട്ടിയത്. ആദ്യത്തെ കൊല്ലം 31,300 കിട്ടി. അടുത്ത കൊല്ലം എത്രയാ കിട്ടുക? അടുത്ത കൊല്ലം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആൾക്ക് 31,300 തന്നെ കിട്ടും അല്ലെ? ഓരോ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ കൊല്ലവും ആദ്യം ഇട്ട പൈസന്റെ ലാഭം തന്നെയാണ് നോക്കുക അല്ലെ? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ 10 ലക്ഷം ബാങ്കിൽ കൊണ്ടുപോയിട്ടു. ഓരോ കൊല്ലവും 10% വെച്ചിട്ടാണ് പലിശ എന്ന് വിചാരിക്കുക. ഓരോ കൊല്ലവും എനിക്ക് എന്ത് കിട്ടും? 1,00,000 വെച്ചിട്ട് ഇങ്ങനെ കിട്ടും. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അറിയാത്ത ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടോന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 1,00,000 എന്ത് ചെയ്യും? വീണ്ടും അതിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ അടുത്ത കൊല്ലത്തെ മുതൽ എത്രയായിട്ട് മാറി? 11,00,000 മാറി. അപ്പൊ അടുത്ത കൊല്ലത്തെ ലാഭം എന്റെ ഇൻട്രസ്റ്റ് എത്രയാ? 1,10,000. അതിങ്ങനെ കൂടി 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 കൂടി. സോ രണ്ടാമത്തെ കൊല്ലത്തെ എന്റെ മുതൽ എത്രയാ? 3,13,000 പ്ലസ് 31,300. അത് എത്ര? ഏകദേശം 0,0,3,4,4,3 അല്ലെ? ഇതല്ലേ? ഇനി അടുത്തത് ഈ കൊല്ലം എത്ര പൈസ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും ആൾക്ക്? ഈ കൊല്ലം എത്ര പൈസ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും? 34,400. 34
430. 430. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം? ആദ്യത്തെ കൊല്ലം കിട്ടുന്നത് 31,300ഉം രണ്ടാമത്തെ കൊല്ലം 34,430. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താല് 65,700. ഇതാണ് ഇയാൾക്ക് 2 കൊല്ലം കൊണ്ട് കിട്ടിയിട്ടുള്ള പലിശ. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഇനി 3, 4, 5 കൊല്ലമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എഴുതി ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. ഒരു കുറെ ഇക്വേഷൻസ് ഒക്കെ അതിനായിട്ട് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാം കേട്ടോ. തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല. 2 കൊല്ലം കാണും കുഴപ്പമില്ല, ഇതേപോലെ ചെയ്താൽ മതി. ആ ഇക്വേഷൻ ഒന്നും എടുത്തു നോക്കേണ്ട ആവശ്യമില്ല, പവറുള്ള ഇക്വേഷൻ ആണ്. സോ ഇങ്ങനെ ചെയ്താൽ മതി. 2 കൊല്ലം അതിനെ കൊണ്ട്. ഒന്നുകൂടി പറയാം, ഇതൊക്കെ ഇയാളെ എല്ലാ പൈസയും കൂടി എത്ര പൈസ ഉണ്ടായിരുന്നു? 3,13,000. ഇതിൽ ആദ്യത്തെ കൊല്ലം അയാൾക്ക് എത്രയാണ് കിട്ടിയിരുന്നത്? 31,300 അല്ലെ? 31,300 എന്ത് ചെയ്തു? നമ്മള് ഈ ഒരു മുതലിലേക്ക് വീണ്ടും ആഡ് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 3,43,000 കിട്ടി. 44,300 കിട്ടി. അപ്പൊ അടുത്ത കൊല്ലം എന്ന് പറയുന്നത് എത്ര കിട്ടും? 34,430. ഇപ്പൊ ഈ 2 കൊല്ലം കൂടി കൂടുന്ന സമയത്ത് 65,730 ആൾക്ക് ടോട്ടൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്. ടീക്കെ? അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. What is the ratio of total profit of X to that of total profit of Y earned from all the schemes? ഇത് എളുപ്പമാണ്. ഇത് നമ്മൾ ഓൾറെഡി എല്ലാത്തിനെയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഇത് ചെയ്തു, ഇപ്പൊ തന്നെ ചെയ്തു. എക്സിന്റെ ടോട്ടൽ പ്രോഫിറ്റ് പ്ലസ് വൈന്റെ ഡിവൈഡഡ് ബൈ വൈന്റെ ടോട്ടൽ പ്രോഫിറ്റ്. 2 സ്കീമിലും കൂടി ഉള്ളതാണ് ചോദിക്കുന്നത്. $27 is to 16. എക്സിന്റെ ഇതല്ലേ ഓക്കെ. 16 is to 37, റൈറ്റ്? ഓക്കെ. പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ഉത്തരം കിട്ടിയ ആൾക്കാര് ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ, വെറുതെ ഇരിക്കില്ല, ഉത്തരം ഇടുക. ആദ്യം എക്സിന്റെ സ്കീം 1, സ്കീം 2. സ്കീം 1 നമുക്കറിയാം ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ 8,000 രൂപയാണ് സ്കീം 1. സോ എക്സിന് എത്ര ഷെയർ ഉണ്ടായിരുന്നു? 3 ഷെയർ അല്ലെ? 3 ഇൻറ്റു 8,000. സ്കീം 2 എക്സിന് 10 ഷെയർ ഉണ്ടായിരുന്നു, ഒരു ഷെയറിന് 4,000. സ്കീം 1 വൈക്ക് 5 ഷെയർ ഉണ്ടായിരുന്നു, ഒരു ഷെയറിന് 8,000. സ്കീം 2 27 ഷെയർ ആയിരുന്നു അതിന്റെ ഉണ്ടായിരുന്നത് അല്ലെ? സോ ഇത് രണ്ടും കൂടിയിട്ട് 24,000, 40,000, 64,000 രൂപയാണ് മൊത്തം വേക്ക് കിട്ടിയത്. 24,000, 40,000. അടുത്തത് ഇയാൾക്കാണെങ്കിലോ, ഇയാൾക്ക് കിട്ടിയത് എത്രയാ? രണ്ടാമത്തെ ആൾക്ക് 40,000, 1,08,000. 1,48,000. ഇത് ഏകദേശം എത്രയാ വരിക? ഇതിന്റെ ഇരട്ടിനേക്കാളും കൂടുതലാണ് ഇതല്ലേ? ഇതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 1,28,000.
അപ്പൊ അതിനോട് മാച്ചിങ് ആകുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഏതാണത്? 16:37. മനസ്സിലായ? ഇതിപ്പോ ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിനുള്ള ഒരു ട്രിക്കാണിത്. കാരണം ഇതിന്റെ നേരെ ഇരട്ടിനേക്കാളും കൂടുതലാണിത്. അപ്പൊ 1:2 കൂടുതലാവണം ഇപ്പുറത്തത്. 1:3 വരില്ല, 1:2 പോയിന്റ് സംതിങ് ഒക്കെ വരും. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്നും കാണാൻ പറ്റൂല. ഇതിന്റെ ഇരട്ടിനേക്കാളും വലുത് എവിടെയെങ്കിലും ഉണ്ടോ? 16:25 ഉള്ളൂ. ഇപ്പൊ 25-നേക്കാളും 32-നേക്കാളും വലുതാവണം. ഇപ്പുറത്തുള്ള ഇത് 32-നേക്കാളും വലുതാവണം. അങ്ങനെയുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 64,000 ഈസ്റ്റു 1,48,000 ചെയ്ത് നോക്കിയാൽ മതി. 64,000 0 പോയി 4 10 പ്രാവശ്യം പോവും. 4 16 പ്രാവശ്യം പോവും. ഇവിടെ എത്ര പ്രാവശ്യം പോവും? 37 പ്രാവശ്യം. അങ്ങനെയാകുമ്പോൾ 16:37 ഇതിന്റെ ആൻസർ വരാം. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഇപ്പൊ പോകും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇപ്പൊ പോകും. ഇനി തിരിച്ചു വന്നിട്ട് പറഞ്ഞു തരാനുള്ള സമയം ഉണ്ടാവും കേട്ടോ. ക്വസ്റ്റ്യൻ കുറച്ച് ആലോചിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 24-ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയാം. 24-ാമത്തെ ക്വസ്റ്റ്യൻ. വെരി ഗുഡ്. 24-ാമത്തേല് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് 24-ാമത്തേല് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത തുക കിട്ടിയല്ലോ, മനസ്സിലായല്ലോ? അതിൽ ഡൗട്ട് ഇല്ലല്ലോ. 3,13,000 അയാൾക്ക് ടോട്ടൽ കിട്ടിയ പൈസ. വിച്ച് മീൻസ് അയാളുടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും ലാഭമൊക്കെ കൂട്ടിയിട്ട് കിട്ടിയ പൈസയാണ് എത്ര? 3,13,000. അതെങ്ങനെയാന്നുള്ളത് നോക്കുക. അത് നമ്മളെ മീൻസ് സ്കീം എയിലുള്ള വൈന്റെ ലാഭം കൂട്ടുക, സ്കീം ബിയിലുള്ള വൈന്റെ ലാഭം കൂട്ടുക, സ്കീം എയിലുള്ള മുതലും സ്കീം ബിയിലുള്ള മുതലും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര കിട്ടും? 3,13,000 കിട്ടും. അടുത്തത് ഇയാൾ ഇത് നേരെ കൊണ്ടുവന്ന് ബാങ്കിലേക്ക് ഇടുകയാണ്. ബാങ്കിലേക്ക് ഇടുന്ന സമയത്ത് ഇയാളുടെ ആദ്യത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്? 3,13,000. ഇയാളുടെ ആദ്യത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റ് എത്രയാണ്? 10% അല്ലെ? ഇയാളുടെ ആദ്യത്തെ എന്ന് പറയുന്നത് 10%. 3,13,000-ന്റെ 10% ആദ്യത്തെ കൊല്ലത്തെ. അത് എത്ര ഉണ്ടാവും? 31,300. 31,300 അല്ലെ? ഇയാൾ ആ പൈസ എടുക്കുന്നില്ല. ആദ്യത്തെ കൊല്ലം പോയി പലിശ വാങ്ങിക്കുന്നില്ല, അവിടെ തന്നെ ഇടുകയാണ്. അപ്പൊ എന്തായി? അതെന്തായി മാറി? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് മാറി അല്ലെ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് മാറിയത്. അപ്പൊ ആദ്യത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റ് അവിടെ ഓൾറെഡി ഉണ്ട്, അത് അതിലേക്ക് എടുത്ത് ഇടുന്നത് തന്നെ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും, അത് പോവില്ല. പക്ഷെ അത് എടുക്കാത്തതുകൊണ്ട് അടുത്ത കൊല്ലത്തെ മുതൽ എന്തായിട്ട് മാറി? 3,13,000. ആദ്യത്തെ കൊല്ലത്തെ അവിടെ ഉണ്ട് ആക്ച്വലി കേട്ടോ, അത് എടുക്കുന്നില്ല. പക്ഷെ നമുക്ക് പിന്നീട് അത് കിട്ടും. 3,31,300 പിന്നീട് അത് കിട്ടും. അടുത്ത കൊല്ലത്തേക്ക് നോക്കുന്ന സമയത്ത് അയാളെ മൊത്തം മുതൽ എത്രയായിട്ട് മാറി? 3,43,300 അടുത്ത കൊല്ലത്തെ മുതൽ. അപ്പൊ അടുത്ത കൊല്ലത്തെ പലിശ എത്ര ഉണ്ടാവും? അടുത്ത കൊല്ലത്തെ മാത്രം പലിശയാണിത്. ഇൻറ്റു 10%. അതെത്രയാ? 34,330. അടുത്ത കൊല്ലത്തെ മാത്രം പലിശയാണ് 34,300. 2 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ പൈസ ഒക്കെ തിരിച്ചെടുത്തു. അപ്പൊ അയാൾക്ക് പലിശ മാത്രം എത്ര കിട്ടിയിട്ടുണ്ടാവും? ആദ്യത്തെ കൊല്ലത്തെ 31,300, രണ്ടാമത്തെ കൊല്ലത്തെ 34,330. ടോട്ടൽ എത്ര കിട്ടിയിട്ടുണ്ട്? 65,730 അല്ലെ? 4,000. സോറി, ഇവിടെ 4 കേട്ടോ, ഇവിടെ 4ആണ്. 65,730. ഇപ്പൊ മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് റെക്കോർഡ് ക്ലാസ് കിട്ടുമല്ലോ, അപ്പോൾ ഈ പോർഷൻ മാത്രം എടുത്തിട്ട് ഒന്ന് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് കുറച്ച് സ്റ്റുഡൻസിന്റെ ഡാറ്റ തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുണ്ട്.
പക്ഷെ വേറൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. നമ്മളെ ടാബിൾ ഇവിടെ തന്നിരിക്കുന്ന ടാബിള് കംപ്ലീറ്റ് ആയിട്ടുള്ള ടാബിൾ അല്ല ഇവിടെ തന്നിട്ടുള്ളത്. കുറച്ച് ഡാറ്റാസ് ഇവിടെ മിസ്സിംഗ് ആണ്. വിച്ച് മീൻസ് ഇവിടെ 5 ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ 5 സ്കൂൾ അല്ലെങ്കിൽ 5 ക്ലാസ്സിലുള്ള ഡാറ്റാസാണ് കൊടുത്തിട്ടുള്ളത്. എ ബി സി ഡി ഇ എഫ് 5 ക്ലാസ്സുകളിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? 5 ക്ലാസ്സുകൾ തന്നെയാണ് പറയാം. 5 ക്ലാസ്സുകളിലുള്ള ഡാറ്റാസ് ആണ്. ഇനി ക്ലാസ് എ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് അവിടെ വേറെ ഹിന്റ് തന്നിട്ടുണ്ട്. ഈ 10 എന്ന് ഉദ്ദേശിക്കുന്നത് എ ആണ്, 20 എന്ന് ഉദ്ദേശിക്കുന്നത് ബി ആണ്. നിങ്ങൾക്ക് ചെറിയ ഫോണ്ടിലുള്ള കാണാൻ പറ്റുന്നില്ലേ? 30 എന്ന് ഉദ്ദേശിക്കുന്നത് സി ആണ്, 40 എന്ന് ഉദ്ദേശിക്കുന്നത് ഡി ആ, 50 ഇ. സോ ഇതെന്താ? എ ബി സി ഡി ഇ എഫ് എഫ് വരെ. അടുത്തത് ഈ റൗണ്ടിൽ നമുക്ക് തന്നിട്ടുള്ളത് ടോട്ടൽ സ്റ്റുഡൻസ് അപ്പിയർ ആണ്. അതായത് എക്സാമിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ടോട്ടൽ സ്റ്റുഡൻസ് ബോയ്സും ഗേൾസും കൂട്ടിയിട്ട് എത്ര സ്റ്റുഡൻസ് എക്സാം എഴുതിയിട്ടുള്ളത്. ഇതിലെ 800 ആൾക്കാരാണ് ടോട്ടൽ എക്സാം എഴുതിയിട്ടുള്ളത്. ഏതില്? എയില്. അതേപോലെ ഈ ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയറിന്റെ കൊടുത്തിട്ടുള്ളത് ടോട്ടൽ സ്റ്റുഡൻസ് ഫെയിൽഡ് ആണ്. അതായത് എത്ര കുട്ടികൾ തോറ്റിട്ടുണ്ട് അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു സ്കൂൾ, എന്റെ സ്കൂളിൽ 800 കുട്ടികൾ മൊത്തം എക്സാം എഴുതിയിട്ടുണ്ട്. അതിൽ എത്ര കുട്ടികൾ തോറ്റിട്ടുണ്ട്? 260 കുട്ടികൾ തോറ്റിട്ടുണ്ട്. അതാണ് ഈ ഡാറ്റയിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം രണ്ടാമത്തെ ബി എന്നുള്ള ക്ലാസ്സിൽ ടോട്ടൽ സ്റ്റുഡൻസ് എത്ര ഉണ്ട് എന്ന് അവർ കൊടുത്തിട്ടില്ല. ബി എന്നുള്ള ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് അവർ കൊടുത്തിട്ടില്ല. അത് അവർ മനഃപൂർവ്വം കൊടുക്കാണ്ടിരുന്നതാണ്. കാരണം അതിന്റെ ക്വസ്റ്റ്യൻസ് പിന്നെ വരും. അതിന് അനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. മൂന്നാമത്തെ സ്കൂൾ അതേപോലെ ഡാറ്റ കൊടുത്തിട്ടുണ്ട്. നാലാമത്തേല് എത്ര സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുള്ളതെന്ന് കൊടുത്തിട്ടില്ല. അഞ്ചാമത്തേലും അതേപോലെ തന്നിട്ടുണ്ട്. ആറാമത്തതും ഏകദേശം തന്നിട്ടുണ്ട്. ഏകദേശം എന്താ ആറാമത്തേലും തന്നിട്ടുള്ളത്? എത്ര സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത് തന്നിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്പർ ഓഫ് ബോയ്സ് ഹു പാസ്ഡ് ഇൻ ദ എക്സാം തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ബോയ്സ് എയില് 300, ബിയിൽ 360 അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കാം. ഈ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ. ജസ്റ്റ് ഈ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഇത് ഫില്ല് ചെയ്യാൻ നോക്കാം. ഈ ഒരു ചെറിയ ടാബിൾ ഉണ്ട്. ഇത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് പഠിക്കാം. ഫില്ല് ചെയ്ത് പഠിക്കാം. സോ ക്ലാസ് എയിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ടോട്ടൽ സ്റ്റുഡൻസ് 800 സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ? 800 സ്റ്റുഡൻസ് ഉണ്ട്. ടോട്ടൽ എത്ര ആൾക്കാർ പാസ്സായിട്ടുണ്ട്? ടോട്ടൽ എത്ര ഫെയിൽ ആയിട്ടുണ്ട്? ക്ലാസ് എന്ന് ടോട്ടൽ എത്ര ആൾക്കാർ ഫെയിൽ ആയിട്ടുണ്ട്? 260 സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ എത്ര ആൾക്കാർ പാസ്സായിട്ടുണ്ടാവും? അതായത് ടോട്ടൽ സ്റ്റുഡൻസ് ഫെയിൽഡ് എന്ന് പറയുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാരെല്ലാം പാസ്സായിട്ടുണ്ടാവും. അതായത് ഒരു ക്ലാസ്സിൽ ഇപ്പൊ 10 കുട്ടികൾ 20 കുട്ടികളുണ്ട്. അതിൽ 10 കുട്ടികൾ തോറ്റു. അപ്പൊ ബാക്കിയുള്ള 10 കുട്ടികൾ ജയിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ ടോട്ടൽ എത്ര ആൾക്കാർ പാസ്സായിട്ടുണ്ട്? 540 കുട്ടികൾ പാസ്സായിട്ടുണ്ട് അല്ലെ? ഇനി എത്ര ബോയ്സ് പാസ്സായിട്ടുണ്ട്? ബോയ്സ് പാസ്സായത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏല് 300 ബോയ്സ് ആണ് പാസ്സായിട്ടുള്ളത്. 300 ബോയ്സ് പാസ്സായിട്ടുണ്ട്. അപ്പൊ എത്ര ഗേൾസ് ആയിരിക്കും പാസ്സായിട്ടുണ്ടാവുക? ഒന്നുകിൽ ബോയ് അല്ലെങ്കിൽ ഗേൾ ആയിരിക്കും അല്ലെ? സോ 540 ആൾക്കാർ മൊത്തം പാസ്സായിട്ടുണ്ട്. അതിൽ ബോയ്സ് എത്ര ഉണ്ട്? 300 ഉണ്ട്. അപ്പൊ ഗേൾസ് എത്ര ഉണ്ടാവും? 240. ഓക്കെ. ഇനി ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള ഈ 2 കോളംസ് അവിടെ നിൽക്കട്ടെ. അത് പിന്നീട് നമുക്കിപ്പോ അത് ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഇനി ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് അടുത്ത ഫില്ല് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ ബിയിലുള്ള കാര്യം നമുക്ക് നോക്കാം. ബിയിലെ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. പക്ഷെ ടോട്ടൽ ഫെയിൽഡ് തന്നിട്ടുണ്ട്. എത്ര ഫെയിൽഡ് ആയിട്ടുള്ളത്? 360. പാസ്സായിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. ബോയ്സ് എത്ര ആൾക്കാർ പാസ്സായിട്ടുണ്ട്? 360 ബോയ്സ് പാസ്സായിട്ടുണ്ട്. ഗേൾസ് എത്ര ആൾക്കാർ പാസ്സായിട്ടുള്ളത് നമുക്കിപ്പോ പറയാൻ പറ്റൂല. കാരണം ഡാറ്റ ഇൻസഫിഷ്യന്റ് ആണ്. ഇപ്പൊ ഡാറ്റ ഇൻസഫിഷ്യന്റ് ആണ്. ഇനി അടുത്തത് പെട്ടെന്ന് ഫില്ല് ചെയ്യാം.
സിയിലാണെങ്കിൽ ടോട്ടൽ 600 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 150 സ്റ്റുഡൻസ് ആണ് ഫെയിൽ ആയിട്ടുള്ളത്. അപ്പൊ എത്ര സ്റ്റുഡൻസ് പാസ് ആയിട്ടുണ്ടാവും? 420 സ്റ്റുഡൻസ് അല്ലെ. 420 സ്റ്റുഡൻസ് പാസ് ആയിട്ടുണ്ടാവും. ബോയ്സ് 240 ആൾക്കാർ പാസ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗേൾസ് എത്ര ആൾക്കാർ പാസ് ആയിട്ടുണ്ടാവും? 150 എണ്ണം. അടുത്തത് ഡിയിൽ അതേപോലെ ടോട്ടൽ സ്റ്റുഡൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. എത്ര? 1200 ടോട്ടൽ മാത്രമേ തന്നിട്ടുള്ളൂ. ബോയ്സ് പാസ്സായ ആൾക്കാർ എത്ര? 300 ഉണ്ട്. ഗേൾസിനെ നമുക്ക് പറയാൻ പറ്റില്ല, എത്ര നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അടുത്തത് ഇയിലാണെങ്കിൽ 700 കുട്ടികൾ മൊത്തം ഉണ്ട്. അതിൽ 250 ആണ് ഫെയിൽ ആയിട്ടുള്ളത്. അപ്പൊ എത്ര ആൾക്കാർ പാസ്സായിട്ടുണ്ടാവും? 450 പാസ്സായിട്ടുണ്ടാവും. ഇതിൽ ബോയ്സ് 250 ആണുള്ളത്. ഗേൾസ് എത്ര ഉണ്ടാവും? 200 അല്ലെ. 200. ഇനി അടുത്ത് എഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആദ്യം ബോയ്സ് പാസ് ആയതുകൊണ്ട് ഓൾറെഡി എഴുതാം അല്ലെ. ഇതിലുള്ള ഡാറ്റ നോക്കട്ടെ. ഇതിലാകെ നമുക്ക് തന്നിട്ടുള്ളത് ടോട്ടൽ 900 ഉണ്ട് തന്നെ തന്നിട്ടുള്ളൂ. വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ടാബിൾ നിങ്ങൾ വരച്ചിട്ട് റഫായിട്ട് നമ്മൾ എഴുതി വെക്കാം. റഫായിട്ട് എഴുതി വെക്കാം. കാരണം ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. റഫായിട്ട് എഴുതി വെക്കാം. ബാക്കിയുള്ള ഈ കോളംസ് ഒക്കെ നമ്മൾ ബാക്കിയുള്ള ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ആവശ്യം വരില്ല, എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കണം എന്നില്ലല്ലോ. ജസ്റ്റ് ഇത് നമ്മൾ ഇനിയും ബാക്കിലോട്ട് വന്നിട്ട് ഫില്ല് ചെയ്യും. സോ ഈ ഫില്ല് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഞാനിപ്പോ ഈ ഫില്ല് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാം. ഈ നമ്മൾക്ക് ഇപ്പൊ തന്നിട്ടുള്ള ടേബിളാണ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഈ ടേബിളാണ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഗേൾസ് പാസ്ഡ് എന്ന് പറയുന്നത് ടോട്ടൽ പാസ്ഡ് മൈനസ് ബോയ്സ് പാസ്ഡ് ആണ്. അപ്പൊ ടോട്ടൽ പാസ്ഡ് അറിയാണ് നമുക്ക് ഗേൾസ് പാസ് ചെയ്ത് നമുക്ക് പാസ്സായത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. റെഡി അല്ല? അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ബോയ്സ് ഹു പാസ്ഡ് ഫ്രം എ ആൻഡ് ഇ ടുഗദർ? അതായത് എയിലും ഇയിലും കൂടിയിട്ട് എത്ര ബോയ്സ് മൊത്തം പാസ്സായിട്ടുണ്ട് ആൻഡ് ഗേൾസ് ഹു പാസ് ഫ്രം സെയിം സ്കൂൾസ് ടുഗദർ. മനസ്സിലായോ? അതായത് എയിലും ഇയിലും കൂടിയിട്ട് എ എന്നുള്ള ക്ലാസ്സിലും ഇ എന്നുള്ള ക്ലാസ്സിലും കൂടിയിട്ട് മൊത്തം എത്ര ബോയ്സ് പാസ്സായിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുക. അതേപോലെ എയിലും ഇയിലും കൂടിയിട്ട് മൊത്തം എത്ര ഗേൾസ് പാസ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക. അത് രണ്ടും മൈനസ് ചെയ്യും. അത്രേ ഉള്ളൂ. എയിലും ഇയിലും ബോയ്സ് എത്ര പാസ്സായിട്ടുണ്ടെന്ന് നോക്കുക. എയിലും ഇയിലും കൂടിയിട്ട് അല്ലെ. ബോയ്സ് എത്ര പാസ്സായിട്ടുണ്ടെന്ന് നോക്കുക, ഗേൾസ് എത്ര പാസ്സായിട്ടുണ്ടെന്ന് നോക്കുക. അതൊന്ന് കണ്ടുപിടിച്ചേ. എയിലും ഇയിലും കൂടിയിട്ട് ബോയ്സ് എത്ര പാസ്സായിട്ടുണ്ടെന്ന് നോക്കാം, ഗേൾസ് എത്ര പാസ്സായിട്ടുണ്ടെന്ന് നോക്കാം, മൈനസ് ചെയ്യാം. ഇവിടെ ബോയ്സ് എയിലും ഇയിലും കൂടിയിട്ട് എത്ര പാസ്സായിട്ടുണ്ട്? 300 പ്ലസ് 250. അത്രയാ? 550. ഗേൾസ് എത്ര പാസ്സായിട്ടുണ്ട്? 240 പ്ലസ് 200. അത്രയാ? 440. സോ ദ ഡിഫറൻസ് ഈസ് 110. അപ്പൊ ആ ടേബിൾ വരച്ചതിന് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയില്ലേ? അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ടും. ആ ടേബിൾ കൃത്യമായിട്ട് വരച്ചുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അവിടെ ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടും. കിട്ടും, കിട്ടായിയൊന്നുമില്ല, കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടും. അപ്പൊ എയിലും ഇയിലും കൂടിയിട്ട് എത്ര ഉണ്ടായിരുന്നു? ബോയ്സ് 300ഉം 250. 300 പ്ലസ് 250. അത് ഈ ടേബിളിൽ തന്നെ കണ്ടുപിടിക്കാം കേട്ടോ. ബോയ്സ് പാസ് ആയത് ഈ ടേബിളിൽ തന്നെ കണ്ടുപിടിക്കാം. അതിന് അടുത്ത ഗേൾസിനെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഗേൾസിനെ നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. 240 200. 240 പ്ലസ് 200. ദിസ് ഈസ് ഈക്വൽ ടു 550. പിന്നെ ഇത് 400. സോ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് 110. ഇതിന്റെ ആൻസർ വരെ 110 ആണ്. റെഡി അല്ല? അടുത്തത് ഇനി പുതിയ ഡാറ്റ ഇവിടെ തരികയാണ്. പുതിയ ഡാറ്റ നമുക്ക് ഇവിടെ തരികയാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കണക്ക് ചെയ്യേണ്ടത്. ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഹു പാസ് ഫ്രം ഡി ആൻഡ് എഫ് ആർ 500 and 300 respectively, then the number of students failed from F is what percentage less than that from D? ഡിയിലുള്ളതും എഫിലുള്ളതും ഡാറ്റ നമുക്ക് തരികയാണ്. ഡിയിലെ എത്ര ഗേൾസ് പാസ്സായിട്ടുണ്ട്? 500, 300. അപ്പൊ നമ്മൾ ഇവിടെ എന്താ എഴുതി? ഡിയിലും എഫിലും അല്ലെ. ഡിയില് 500 എന്ന് എഴുതി, എഫില് 300 എന്ന് എഴുതി. ഓക്കെ, ഡിയില് 500 എന്ന് എഴുതി, എഫില് 300 എന്ന് എഴുതി. അങ്ങനെയല്ലേ തന്നെ?
അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ്, എത്ര നമ്പർ ഫെയിൽഡ് ആയിട്ടുണ്ട്. Then the number of students failed from F is what percentage less than that from E. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് കണ്ടുപിടിക്കണ്ടേ? ആർക്കൊക്കെ പറയാൻ പറ്റുമോ എന്താ കണ്ടുപിടിക്കണ്ടേ? എഫില് ഫെയിൽഡ് ആയ സ്റ്റുഡൻസ് എത്ര പെർസെന്റേജ് ലെസ് ആണ് ഡിയിൽ ഫെയിൽഡ്. അപ്പൊ ഇത് രണ്ടും കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. എഫിൽ എത്ര കുട്ടികൾ മൊത്തം ഫെയിൽ ആയിട്ടുണ്ട്, അതേപോലെ ഡിയിൽ മൊത്തം എത്ര കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട്. ഏത് കോളാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്? ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ രണ്ട് കോളംസ് ഫില്ല് ചെയ്യണം. നമുക്ക് നോക്കാം. ടോട്ടൽ ഇവിടെ ഗേൾസ് പാസ്സായത് 500 ബോയ്സ് എത്ര പാസ്സായിട്ടുണ്ട്? 300. അപ്പൊ ടോട്ടൽ എത്ര ആൾക്കാർ പാസ്സായിട്ടുണ്ട്? ടോട്ടൽ 800 ആൾക്കാർ പാസ്സായിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ആൾക്കാർ ഫെയിൽ ആയിട്ടുണ്ടോ? മൊത്തം 1200 സ്റ്റുഡൻസ് ആണ് എക്സാം എഴുതിയത്. എത്ര ആൾക്കാർ പാസ്സായിട്ടുണ്ട്? 800 ആൾക്കാർ പാസ്സായിട്ടുണ്ട്. സോ എത്ര ആൾക്കാർ ഫെയിൽ ആയിണ്ടാവും? 400 400. ആൾക്കാർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്തത് ദി എഫ് എ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഗേൾസ് 300 പാസ്സായിട്ടുണ്ട്, ബോയ്സ് 300 പാസ്സായിട്ടുണ്ട്. ടോട്ടൽ എത്ര ആൾക്കാർ പാസ്സായിട്ടുണ്ട്? 600 ആൾക്കാർ ടോട്ടൽ പാസ്സായിട്ടുണ്ട്. ടോട്ടൽ എക്സാം എത്ര എഴുതിയിട്ടുണ്ട്? 900 ആൾക്കാർ എഴുതിയിട്ടുണ്ട്. അതിൽ 600 ആൾ പാസ്സായി എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ ഫെയിൽ ആയിട്ടുണ്ട്? 300 ആൾക്കാർ Free. ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ 400, 300 ആണ് നമ്മളെ ഡാറ്റ. 400, 300, 400, 300. ഇനി എത്ര പെർസെന്റേജ് ആയിരിക്കും ഇത്? 25. 25. വെരി ഗുഡ്, വെരി ഗുഡ്. 25. അതായത് 400 മൈനസ് 300 ഡിവൈഡ് ബൈ ലെസ് ആണ് ചോദിച്ചത്. നമുക്കറിയാം ലെസ് ആണെന്ന് പറയുമ്പോൾ ഏതെടുക്കണ്ടേ? വലുതെടുക്കണം. സോ ദിസ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 400 വിച്ച് ഈസ് ഈക്വൽ ടു 1/4. 1/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 25% ആണ്. ഓക്കെ, എനി ഡൗട്ട്? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുക. ഈ ടാബിൾ നിങ്ങൾ വരച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇത് താൽക്കാലികമായിട്ടുള്ള ഡാറ്റ ആണ്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ വരില്ല, വേറെ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത വരിക. ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, if the ratio of number of girls who passed from C to F is 1:2, find the number of students who failed from F. അതായത് സിയിലുള്ളത് 1 ആണെന്നുണ്ടെങ്കിൽ എഫിൽ എന്തായിരിക്കും? അതിന്റെ ഇരട്ടി ആയിരിക്കും. സിയില് പാസ്സായ ഗേൾസ് 1 ആണെന്ന് വിചാരിക്കാം. എഫിൽ പാസ്സായ ഗേൾസ് എത്ര ഉണ്ടോ? 2. വിച്ച് മീൻസ് എക്സ് ടു എക്സ്. അങ്ങനെയാണ് ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഫെയിൽ ഫ്രം എഫ്. ഓപ്ഷൻ 4 ആണെന്ന് പറയുന്നുണ്ട്. അമീൻ. അമീൻ എന്നല്ലേ? അമീൻ എന്നാണോ? അമീൻ. അമൻ 270. അബ്ദുള്ള. അമൻ. ഓക്കെ, അമൻ. ഓക്കെ, അമൻ. 270 ആണോ കിട്ടിയത്? എല്ലാരും ഉത്തരം ഇടാ കേട്ടോ. ഉത്തരം ഇടാ. ഉത്തരം ഇടാൻ തെറ്റിക്കോട്ടെ. തെറ്റുന്നതിനിപ്പോ എന്താ കുഴപ്പമുള്ളത്? തെറ്റിക്കോട്ടെ. നമ്മളിവിടെ പങ്കെടുക്കലാണ് ഇവിടെ പ്രധാനം, കാരണം തെറ്റിലോ ശരിയല്ലോ. സഫീറ ഉത്തരം കിട്ടിയില്ലേ? സഫീറിന് എത്ര കിട്ടിയേ? കിട്ടിയില്ലേ? സഫീറിന് 270 പറയുന്നുണ്ട്. 240 കിട്ടിയിട്ടുണ്ട്. എനി അതർ ആൻസർ?
കുറെ ആൾക്കാര് സൈലന്റ് ആയി ഇരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലൊക്കെ ഇടയ്ക്കൽ എന്തെങ്കിലും ഒന്ന് പറയാട്ടാ. ഒരു ആളനക്കൊക്കെ ഉണ്ടാവട്ടെ. ഞാൻ വിളിക്കുന്ന ആൾക്കാര് ഉത്തരം പറയാട്ടോ. ഐഫോൺ ഐഫോൺ ആരാ? ആ അടുത്തത് ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇറ്റ്സ് എ നമ്പർ ഓഫ് പാസ്ഡ് ഫ്രം, അതായത് സി ഈസ് ടു എഫ് എന്ന് പറഞ്ഞാല് 1:2 ആണ്. അപ്പോ സിയിലുള്ളത് എക്സ് ആണെങ്കിൽ എഫിൽ എത്ര ഉണ്ടാവും? 2x ഉണ്ടാവും അല്ലെ. സിയിലുള്ളത് എക്സ് ആണെങ്കിൽ എഫിലുള്ളത് 2x. ഇനി നമുക്ക് ആ ചാർട്ടിലേക്ക് പോവാം. ഗേൾസ് പാസ്സായ കണക്കാണ് ഇവിടെ ചോദിക്കുന്നത്. ഗേൾസ് സിയിലുള്ള എക്സ് ആണെങ്കിൽ എഫിലുള്ള 2x. സോ നമ്മളെ ചാർട്ടിൽ നോക്കാൻ സിയിൽ എത്ര ഗേൾസ് പാസ്സായിട്ടുണ്ട്? 150 ഗേൾസ് ആണ് സിയിൽ പാസ്സായിട്ടുള്ളത്. ഇത് നോക്കണ്ട, ഇത് പുതിയ ഡാറ്റ, നേരത്തെ ഡാറ്റ അല്ല. എഫിൽ എത്ര ഗേൾസ് പാസ്സായി ഉണ്ടാവും? 360 ഗേൾസ് എഫിൽ പാസ്സായിട്ടുണ്ടാവും. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫെയിൽഡ് ആയ ആൾക്കാരുടെ എണ്ണ ചോദിക്കുന്നത്. നേരത്തെ ഒക്കെ പോട്ടെ, നേരത്തെ ഡാറ്റ പോട്ടെ. ഇപ്പൊ ടോട്ടൽ എത്ര ആൾക്കാർ പാസ്സായി? ഇപ്പൊ കറന്റ് ഇപ്പോഴത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 360 ഗേൾസ് ആണ്. സിയിൽ 150 ആയതിനെ കൊണ്ട് നമ്മൾ എഫിൽ എന്തെടുത്തു? 360 എടുത്തു അല്ലെ. ഇനി ടോട്ടൽ എത്ര ആൾക്കാർ ഇവിടെ പാസ്സായിട്ടുണ്ട്? 660 ആൾക്കാർ പാസ്സായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, വെരി ഗുഡ്. 660 പാസ്സായിട്ടുണ്ട്. എത്ര ആൾക്കാർ തോറ്റിട്ടുണ്ടാവും? 900 എത്ര ആൾക്കാർ തോറ്റിട്ടുണ്ടാവും? 200 അല്ലെ. 240 ആണ് ആൻസർ കിട്ടുക കേട്ടോ. 240 ആണ് ആൻസർ കിട്ടുക. അപ്പൊ നേരത്തെ ഡാറ്റ ജസ്റ്റ് താൽക്കാലികമായിട്ട് അവർ തന്ന ഡാറ്റയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഡാറ്റയിൽ എന്താ തന്നത്? ഇങ്ങനെയുള്ള ഒരു ഡാറ്റയാണ് തന്നത്. സോ ദ ആൻസർ ഈസ് 240 കേട്ടോ. 240. വെരി ഗുഡ്, വെരി ഗുഡ്. 240. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ടു ദാറ്റ് ഓഫ് നമ്പർ ഓഫ് ഗേൾസ്. ഇവിടെ പറയുന്ന കാര്യം തോറ്റതോ ജയിച്ചതോ അല്ല, ജസ്റ്റ് എത്ര ആൾക്കാർ അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ടു ദാറ്റ് ഓഫ് ഗേൾസ് ഫ്രം ഈസ് 11:9. അങ്ങനെയാണെങ്കിൽ വാട്ട് പെർസെന്റേജ് ഓഫ് ടോട്ടൽ ഗേൾസ് ഫെയിൽഡ് ഇൻ ദ എക്സാം? ചെയ്യാൻ പറ്റുമോ? ട്രൈ ചെയ്തു ട്രൈ ചെയ്തു ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പത്തിൽ പറ്റും, എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഓരോ ആൾക്കാരെ വിളിക്കൂട്ടെ ഞാൻ അടുത്തത്. അവര് പറഞ്ഞാൽ മതി. എന്തെങ്കിലും കിട്ടോ? 1 or 2 അത് വെറുതെ ഇട്ടാ മതി. കിട്ടിയിട്ടുണ്ട്. 33%. ഓക്കെ, 33%. മറവാനെ എത്ര കിട്ടി? ആൻസർ കിട്ടിയാ? ചെയ്യുന്നുള്ളൂ. ആ, ചെയ്തു. അപ്പൊ 11:9 എന്ന് പറയുമ്പോ ആക്ച്വലി 11:9 എന്ന് പറയുമ്പോ ഗേൾസ് എത്ര ഉണ്ടാവും? ടോട്ടലിന്റെ 360. ടോട്ടലിന്റെ 9/20. ടോട്ടലിന്റെ 9/20 ആണ് എന്തുണ്ടാവുക? ഗേൾസ് ഉണ്ടാവുക അല്ലെ. ടോട്ടലിന് 9/20 ആണ് ഗേൾസ് ഉണ്ടാവുക. ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? ടോട്ടല് 800 ആൾക്കാരുള്ളത്. റൈറ്റ്. ടോട്ടല് സംതിങ്
അതിൽ ടോട്ടല് 800 ആൾക്കാരാണ് ഉള്ളത്. 800 ആൾക്കാർ. അതിന്റെ 9/20 ആണ് ഗേൾസ്. സോ എത്ര ഗേൾസ് ഉണ്ടാവും? 0, 0, 360 അല്ലെ? 360 ഗേൾസ് ആണ് ഉണ്ടാവുക. 40 ഇൻറ്റു ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് 360 ഗേൾസ്. ഇനി അടുത്തത് നമ്മൾ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എത്ര ഗേൾസ് ആണ് എന്ന് പാസ്സായിട്ടുള്ളത്. എത്ര ഗേൾസാ പാസ്സായിട്ടുള്ളത്? 240 ഗേൾസ് ആണ് പാസ്സായിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താ 240 ഗേൾസ് ആണ് പാസ്സായിട്ടുള്ളത് അല്ലെ? 240 ഗേൾസ്. സോ എത്ര പെർസെന്റേജ് പാസ്സായിട്ടുണ്ടാവും? 240/360. 240/360 പാസ്സായിട്ടുള്ളത് അല്ലെ? അത് എത്രയുണ്ട് ഏകദേശം? 240/360 പാസ് പെർസെന്റേജ് എത്രയാ? ഇതിൽ 120 കൊണ്ട് 2 ഡിവൈഡ് ചെയ്യാം അല്ലെ? സോ ദിസ് ഈസ് ഈക്വൽ ടു 2/3. ഇത് പാസ് ആയതാണ് 2/3. പാസ് ആയതാണ് 2/3. അപ്പൊ ഫെയിൽ ആയ ഇവിടെ ചോദിച്ചേ, ഫെയിൽ ആയ എത്ര ഉണ്ടാവും? പാസ് ആവാത്ത ആൾക്കാരൊക്കെ ഫെയിൽ അല്ലേ? ഫെയിൽ ആയ ആൾക്കാർ എത്രയാണ്? 1/3. 1/3 ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഏതാ കിട്ടുക? 1/3 ഇതാണ് 1/3. 33.323%. അപ്പോ പാസ്സായ നോക്കുക, അതിലുള്ള ബാക്കിയുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് തിരിച്ചു വരണം. ആർക്കെങ്കിലും ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ടൈം ഉണ്ടാവും, അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഉം. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ആ, അടുത്ത ചോദ്യം. If 64% of total number of students from the past, അതായത് ബി എന്നുള്ള ക്ലാസ്സിൽ ടോട്ടലി 64% ആൾക്കാരാണ് പാസ്സായത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഗേൾ സ്റ്റുഡൻസ് ഹു പാസ്ഡ് ഇൻ ദ എക്സാം. ബിയിലുള്ളതിൽ ടോട്ടല് 64% ആൾക്കാരാണ് പാസ്സായിട്ട്. അങ്ങനെയാണെങ്കിൽ എത്ര സ്റ്റുഡൻസ് ആണ്, എത്ര ഗേൾസ് ആണ് പാസ്സായത്? അതാണ് ചോദ്യം. ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാം. അതിനുശേഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സർ വന്നോ? 250. വെരി ഗുഡ്, വെരി ഗുഡ്. 250. 280 പറയുന്നത്. ബിയിലുള്ള കാര്യമാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് അല്ലെ? ബിയിലുള്ള കാര്യം. ഉം. Any other answer? Any other answer? വേറെ ആൻസർ ഇല്ലേ? ആ, 360 എന്ന് പറയുന്നത് അടുത്തത് വേറെ ഏതെങ്കിലും ആൻസേഴ്സ്? ഇനി അതാ നീരജ്
നീരജിന് എത്ര കിട്ടിയ ആൻസർ? അഖില ആൻസർ കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ഉം? കിട്ടിയിട്ടുണ്ടോ ആൻസർ? വേറെ ആർക്കും കിട്ടിയിട്ടില്ല? എന്നാ ഒരു കാര്യം ഞാൻ ചോദിക്കാം. 64% ടോട്ടൽ സ്റ്റുഡൻസ് പാസ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെന്റേജ് സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുണ്ടോ? അത് പറഞ്ഞേ. 64% സ്റ്റുഡൻസ് പാസ് ആയിട്ടുണ്ട്. എത്ര പെർസെന്റേജ് ഫെയിൽ ആയിട്ടുണ്ടടാ? 36% ഫെയിൽ ആയിട്ടുണ്ട്. ഇനി ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ബിയിൽ എത്ര സ്റ്റുഡൻസ് ആണ് ഫെയിൽ ആയിട്ടുള്ളത്? 360 സ്റ്റുഡൻസ് ആണ് ബിയിൽ ഫെയിൽ ആയിട്ടുള്ളത്. അത് എത്ര പെർസെന്റേജ് ആണ്? അത് എത്ര പെർസെന്റേജ് ആ? 36% ആണ്. എത്ര? 360. അതായത് ബിയിലെ 64% സ്റ്റുഡൻസ് പാസ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്തായിരിക്കും? ഫെയിൽ ആയിട്ടുണ്ടാവും. 36% ഫെയിൽഡ് ആയിട്ടുണ്ട് അല്ലെ? ഇനി അടുത്തത് ബിയിൽ ടോട്ടൽ എത്ര ആൾക്കാർ ഫെയിൽ ആയിട്ടുണ്ട്? 360 കുട്ടികളാണ് ഫെയിൽ ആയിട്ടുള്ളത്. ഈ 360 കുട്ടികൾ ഏതിൽ പെടുന്ന ആൾക്കാരാണ്? ഈ 36% ആൾക്കാരാണ് 360. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര കുട്ടികൾ ഉണ്ടാവും? സപ്പോസ് മൊത്തം എക്സ് കുട്ടികളാണ് ഉള്ളതെന്ന് വിചാരിക്കാം. എക്സിന്റെ 36% എന്ത്? 360 അല്ലെ? 36% കുട്ടികളാണ് ഫെയിൽ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ട്? 360. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണ് മക്കളെ? എക്സ് എത്രയാ? 360 ഡിവൈഡഡ് ബൈ 36%. അങ്ങനെ പറഞ്ഞാൽ എന്താ? 360 ഡിവൈഡഡ് ബൈ 36% എന്ന് പറഞ്ഞാൽ 36/100. ഇതിന് 3 മുകളിലേക്ക് എടുത്താലും 100 മുകളിലേക്ക് എടുത്താൽ എത്ര കിട്ടുക? ടോട്ടല് 1000. ടോട്ടല് 1000 കുട്ടികളാണ് ടോട്ടൽ ഉള്ളത് അല്ലെ? ടോട്ടൽ 1000 കുട്ടികളാണ് ഉള്ളത്. അതിൽ എത്ര കുട്ടികൾ പാസ്സായിട്ടുണ്ട്? 360 കുട്ടികൾ ഫെയിൽ ആയിട്ടെന്ന് പറഞ്ഞാൽ എത്ര കുട്ടികൾ പാസ്സായിട്ടുണ്ട്? 640 കുട്ടികളാണ് പാസ്സായിട്ടുണ്ടാവുക അല്ലെ? 640 കുട്ടികളാണ് പാസ്സായിട്ടുണ്ടാവുക. അതിൽ ബോയ്സ് എത്ര കുട്ടികളുണ്ട്? 360 കുട്ടികളാണ് ബോയ്സ് ഉള്ളത്. 360 ബോയ്സ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ആരായിരിക്കും? ഗേൾസ് ആയിരിക്കും. അത് എത്രയാ? 640 മൈനസ് 360, അതായത് 280 ആൻസർ വരിക. 280. വേറെ ആർക്കും ഒരാൾക്കും കൂടി കിട്ടിയിട്ടുണ്ട് അല്ലെ? 280. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക കേട്ടോ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ ചെയ്തതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ചെറിയൊരു ലെവൽ കൂടുതലാണ് കേട്ടോ. ചെറിയൊരു ലെവൽ കൂടുതലാണ്. ഇതേപോലെ നമ്മൾ ഗ്രാജുവലി ഇംഗ്ലീഷ് ചെയ്ത് റൈറ്റ്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറയണുണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് സ്പെസിഫിക് ആയിട്ട് പറയണുണ്ടോ? ചെറിയ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞുതരാമോ? ഏതെങ്കിലും ലാസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഗുഡ്. ലാസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബിയിലെ കാര്യമാണ് നമ്മളോട് ചോദിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബിയിലെ 64% കുട്ടികൾ പാസ്സായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ്സിൽ 100 കുട്ടികളുണ്ട്, ഒരു ക്ലാസ്സിൽ 100 കുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ 64% പാസ്സായി എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികൾ പാസ്സായിട്ടുണ്ടാവും? 64 കുട്ടികൾ പാസ്സായിട്ടുണ്ടാവും. എത്ര കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ടാവും? 36 കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ ഫെയിൽ പെർസെന്റേജ് എത്രയാ? 100-ലെ 36 കുട്ടികളാണ് ഫെയിൽ ആയത്. വിച്ച് മീൻസ് 36% ഫെയിൽ ആയിട്ടുണ്ടാവും അല്ലെ? അതായത് 100-ന്ന് 64% കുറച്ച് എന്ത് കിട്ടും നമുക്ക്? ഫെയിൽ പെർസെന്റേജ് കിട്ടും. ഫെയിൽ പെർസെന്റേജ് എത്രയാണ്? 36% ആണ് ഫെയിൽ ആയിട്ടുള്ളത്. റൈറ്റ്. അത് അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ഇനി ബിയിലെ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുണ്ട്? ഈ ഗ്രാഫിലേക്ക് ഒന്ന് നോക്കി. ഈ ഗ്രാഫിലേക്ക് കിട്ടിയാൽ കാണുന്നത് ടോട്ടൽ സ്റ്റുഡൻസ് ഫെയിൽഡ് ആണ്, ബോയ്സ് ഗേൾസ്. അത് എത്രയാ? 360. അപ്പൊ ഫെയിൽഡ് ആയ സ്റ്റുഡൻസ് ആണ് എത്ര? ഫെയിൽഡ് ആയ സ്റ്റുഡൻസ് ആണ് 360. ഓക്കെ. ടോട്ടൽ സ്റ്റുഡൻസിന്റെ എത്ര പെർസെന്റേജ് ആണ് ഫെയിൽ ആയിട്ടുള്ളത്? 36%. ടോട്ടൽ സ്റ്റുഡൻസ് 100 ഉണ്ടെന്നുണ്ടെങ്കിൽ 36 ആൾക്കാരാണ് ഫെയിൽ ആയിട്ടുള്ളത്. ഇത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും. ടോട്ടൽ സ്റ്റുഡൻസ് 1000 ഉണ്ട് എന്ന് ഇരിക്കുക, എത്ര കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ടാവും?
ടോട്ടൽ കുട്ടികൾ 100 ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട്? 36 കുട്ടികൾ. ടോട്ടൽ കുട്ടികൾ 1000 ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ടാവും? 96. അപ്പൊ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 1000. അല്ലെങ്കിൽ ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാ പറഞ്ഞുതരാം. നമുക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഫെയിൽ ആയിട്ടുള്ളത് 360 അല്ലെ? അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ ആയിരിക്കും നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാവും. അറിയുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ ആവശ്യം പോലും ഇല്ല. ടോട്ടൽ കുട്ടികൾ എക്സ് ആണ് വിചാരിക്കാം. ടോട്ടൽ കുട്ടികൾ എക്സ്. ടോട്ടൽ കുട്ടികളുടെ എത്ര പെർസെന്റേജ് ആണ് ഫെയിൽ ആയിട്ടുള്ളത്? 36%. അത് എത്രയാണ്? അത് എത്ര കുട്ടികളുണ്ട്? 360. ഇനി 36% എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 36/100 എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു 360. 36 8. ബാക്കി എത്ര പേരുടെ? 10. ഈ 100നെ ഇങ്ങോട്ടേക്ക് എടുത്താൽ എക്സ് ഈസ് ഈക്വൽ ടു 1000. സോ ഇവിടെ 1000 കുട്ടികളാണ് മൊത്തം ഉള്ളത്. അതിൽ എത്ര കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട്? കുട്ടികൾ എത്ര ഫെയിൽ ആയിട്ടുണ്ട്? 360 കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ എത്ര കുട്ടികൾ പാസ് ആയിട്ടുണ്ടാവും? 1000 മൈനസ് 360 അല്ലെ? ടോട്ടൽ കുട്ടികളിൽ നിന്ന് ഫെയിൽ ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? പാസ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും. സോ 640 കുട്ടികളാണ് മൊത്തം പാസ് ആയിട്ടുള്ളത് അല്ലെ? മൊത്തം കുട്ടികളാട്ടോ. ടോട്ടൽ സ്റ്റുഡൻസ് ആണ് പാസ് ആയതാണ് 640. ഇതിൽ തന്നെ നമുക്ക് ഈ ചാർട്ട് ഒന്ന് എടുത്ത് നോക്കിയേ. രണ്ടാമതുള്ള ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോയ്സ് എത്ര ആൾക്കാരെ പാസ്സായിട്ടുണ്ടെന്ന് അറിയാം. സോ ബിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 360 ബോയ്സ് ആണ് പാസ്സായിട്ടുള്ളത്. 360 അല്ലെ? 360. ഇപ്പൊ ടോട്ടൽ എത്ര ഗേൾസ് ഉണ്ട്? ആ ടോട്ടലിന് ബോയ്സിന്റെ എണ്ണം കുറച്ച് എന്ത് കിട്ടും? ഗേൾസിന്റെ എണ്ണം കിട്ടും. സോ 280 കുട്ടികളാണ് ഗേൾസ് ആണ് ഉണ്ടാവുക. റൈറ്റ്. അപ്പൊ ഇതാണ് ആൻസർ വരിക. മനസ്സിലായോ? ആരായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? മനസ്സിലായോ? ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? വേറെ ഏതെങ്കിലും സമയം കിട്ടോ? നമുക്ക് 12 മിനിറ്റ് സമയമുണ്ട്. ഞാൻ എന്നാ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതോ ഓക്കെ, ഇനി അടുത്ത വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൽ നിന്ന് ഒരു എക്സാമ്പിൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ നേരത്തെ ഇതിൽ നിന്ന് ചോദിക്കാം. ആ ഇവിടെ ആ, എ എന്നുള്ള ക്ലാസ്സിലും എഫ് എന്നുള്ള ക്ലാസ്സിലും കൂടിയിട്ട് ടോട്ടല് എത്ര സ്റ്റുഡൻസ് പാസ് ആയിട്ടുണ്ട്? സോറി, എത്ര ബോയ്സ് പാസ്സായി? ബോയ്സ് എത്ര സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്? ഡാറ്റാസ് ഒന്നും തന്നിട്ടില്ല. ഈ ഉള്ള ഡാറ്റാസ് തന്നെ ഉള്ളൂ. എത്ര സ്റ്റുഡൻസ് ടോട്ടൽ പാസ്സായിട്ടുണ്ട്? ഏഴിലുള്ള ഏഴിലുള്ള ആ, ഏഴിലുള്ളതും എഫിലുള്ളതും ടോട്ടൽ എത്ര സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്? സോ നോക്കി നോക്കാം എത്ര സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്. ഏഴിലുള്ളതും ഓപ്ഷൻസ് ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഞാൻ പറയുന്നില്ല. ആ ഏഴിലുള്ള എയിലും എഫിലും കൂടിയിട്ട് ടോട്ടൽ എത്ര സ്റ്റുഡൻസ് പാസ് ആയിട്ടുണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. എയിലും എഫിലും കൂടിയിട്ട് ടോട്ടൽ എത്ര സ്റ്റുഡൻസ് പാസ് ആയിട്ടുണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഈ ഒരു ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് കേട്ടോ.
1140 പറയുന്നുണ്ട് ആൾക്കാര്. ഓക്കെ, അദ്വൈത് പറയുന്നുണ്ട് 1140. ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇൻസഫിഷ്യന്റ് ഡാറ്റയാണ് ആക്ച്വലി ഇതിന്റെ ആൻസർ വരിക. കാരണം ഇതില് ആ, ഈ അല്ല എഫില് എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുള്ളത് നമുക്ക് തന്നിട്ടില്ല. ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുള്ളത് തന്നാൽ മാത്രമല്ലേ നമുക്ക് ടോട്ടൽ എത്ര സ്റ്റുഡൻസ് പാസ്സായി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലെ? സോ ഇവിടെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ വരിക ഡാറ്റ ഇൻസഫിഷ്യന്റ് എന്നാണ് വരിക. ഇതിന്റെ ആൻസർ വരിക ഡാറ്റ ഇൻസഫിഷ്യന്റ്. കാരണം നമുക്ക് എത്ര കുട്ടികൾ പാസ്സായി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയാണത്? 540 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എഫിൽ എത്ര കുട്ടികളാണ് പാസ്സായിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം അതിന് നിങ്ങൾക്ക് എക്സ്ട്രാ ഡാറ്റ തരണം. ആ ഗ്രാഫിൽ നിങ്ങൾക്ക് ഡാറ്റാസ് ഒന്നും തന്നിട്ടില്ല. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല. ഇനി അടുത്തത്, ഇവിടെ ഡാറ്റ തരികയാണ്. ഞാൻ ഇവിടെ ഡാറ്റ തരാം കേട്ടോ. ഇവിടെ ഡാറ്റ തരികയാണ് 0. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഞാൻ മാറ്റി. ടോട്ടൽ ഹൗ മെനി ഗേൾസ് പാസ്ഡ് ഇൻ എ ആൻഡ് എഫ്. അങ്ങനെ മാറ്റിയ ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. ടോട്ടൽ ഹൗ മെനി ഗേൾസ് പാസ് ഫ്രം എ ആൻഡ് എഫ്. ഇങ്ങനെ ആക്കി മാറ്റി. അങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ. ക്വസ്റ്റ്യൻ ഞാൻ ചെറിയ രീതിയിൽ മാറ്റി, ഇങ്ങനെ ആക്കിയിട്ട് മാറ്റി. ഓക്കെ, 840. 840 നമ്മൾ കാണിച്ചിട്ട് ഹൗ മെനി ഗേൾസ് എന്നാ ചോദിച്ചോ. ഗേൾസ് എന്നാണ് ചോദിച്ചത്. ഇതൊന്ന് നോട്ട് ചെയ്യാം. ഹൗ മെനി ഗേൾസ്. അപ്പൊ അങ്ങനെ വരൂ അല്ലെ. ഹൗ മെനി ഗേൾസ് എന്നാ ചോദിച്ചത്. എഫില് 600 ഗേൾസ് പാസ്സായിട്ടുണ്ടാവും. എയിൽ എത്ര ഗേൾസ് പാസ്സായിട്ടുണ്ടാവും? 540 മൈനസ് 340. ടോട്ടൽ 840. നമുക്ക് നോക്കാം. എന്റെ കണക്ക് നോക്കാം. നേരത്തെ ഡാറ്റയിൽ കൃത്യമായിട്ടുണ്ട് എത്ര ഗേൾസാ പാസ് ചെയ്തത്. എന്നാലും നോക്കാം. ടോട്ടൽ 800 കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ട്. അതിൽ 260 കുട്ടികൾ തോറ്റു, അല്ലെ? അപ്പോൾ ടോട്ടൽ എത്ര ആൾക്കാർ പാസ്സായിട്ടുണ്ട്? 540 ആൾക്കാർ പാസ്സായിട്ടുണ്ട്. അതിൽ 300 ആൾക്കാർ ബോയ്സ് ആണ്. സോ ബാക്കി എത്ര ഉണ്ടാവും? 260 തന്നെയല്ലേ? 300 ആൾക്കാർ. സോ 240, അല്ലെ? 240 ഗേൾസ് ആണ് ഉണ്ടാവും. 240 ഗേൾസ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല നിങ്ങൾക്ക്. ഞാൻ പെട്ടെന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മനസ്സിലാവും. ഇനി ബിയിലാണെങ്കിൽ, എഫിലാണെന്നുണ്ടെങ്കിൽ 0 സ്റ്റുഡൻസ് ആണ് ഫെയിൽ ആയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞാൽ എല്ലാ ആൾക്കാരും പാസ്സായിട്ടുണ്ട്, അല്ലെ? എല്ലാ ആൾക്കാരും പാസ്സായിട്ടുണ്ട്. 900 ആൾക്കാരും പാസ്സായിട്ടുണ്ട്. അതിൽ എത്ര ബോയ്സ് ഉണ്ട്? 100 ബോയ്സ് ഉണ്ട്. 300 ബോയ്സാ പാസ്സായിട്ടുള്ളത്, അല്ലെ? സോ ബാക്കി എത്ര ആൾക്കാരുണ്ട്? 600 ബോയ്സ്, 600 ഗേൾസ് ആണ്. സോ 600 ഗേൾസ് ആണ് പാസ്സായിട്ടുള്ളത്. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് 840 കുട്ടികളാണ് ടോട്ടല് പാസ്സായിട്ടുള്ളത്. ഇനി അടുത്തത് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താണ്. ഫൈനൽ ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താണ്. വരുത്താട്ടോ. ഒരു മിനിറ്റ്. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നിങ്ങൾ ലൈവ് ഒക്കെ എടുത്ത് നോക്കിക്കോട്ടോ. ഇടയ്ക്ക് സോറി, റെക്കോർഡ് സെക്ഷനൊക്കെ എടുത്ത് നോക്കിക്കോ. ഞാൻ ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താട്ടോ.
ഇതില് 0, ഇതില് 1200, ഇതില് 1200. അങ്ങനെയാണെങ്കിൽ 1200 എഴുതാൻ പറ്റൂല. 1200 എഴുതാൻ പറ്റൂല. ABCD അല്ലേ? ഒരു മിനിറ്റാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ഡി ആൻഡ് എഫ്. ഇതാണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ഡി ആൻഡ് എഫ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് മതിയാക്കാം കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ഡി ആൻഡ് എഫ്. പാസ്സായതല്ല ചോദിക്കുന്നത്, എത്ര ഗേൾസ് മൊത്തം ഡിയിലും എഫിലും കൂടിയിട്ട് മൊത്തം എത്ര ഗേൾസ് ഉണ്ടെന്നാ ചോദിക്കുന്നത്. പാസ്സായതോ ഫെയിൽ ആയതോ അല്ല, ഡിയിലും എഫിലും കൂടിയിട്ട് മൊത്തം എത്ര ഗേൾസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഒരു ഹിന്ദും കൂടി തന്നിട്ടുണ്ട്. പാസ് പെർസെന്റേജ് ഓഫ് ബോയ്സ് 100% ആണ് തന്നിട്ടുണ്ട്. പാസ് പെർസെന്റേജ് ബോയ്സ് 100% ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഡാറ്റ സഫീഷ്യന്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. പാസ് പെർസെന്റേജ് ഓഫ് ബോയ്സ് ഇസ് 100%. ഡി ആട്ടോ, ഡിയിലുള്ള പാസ് പെർസെന്റേജ് 100% ആണ് തന്നിട്ടുണ്ട്. മൊത്തത്തിലുള്ള എല്ലാത്തിലുള്ള പാസ് പെർസെന്റേജ് തന്നെ ആയിക്കോട്ടെ. പാസ് പെർസെന്റേജ് ഓഫ് ബോയ്സ് ഇസ് 100%. അങ്ങനെയാണെങ്കിൽ ഗേൾസിന്റെ ആണ്. ആയിരത്തി അഞ്ഞൂറാന്ന് പറയുന്നത് ദിസ് എ കൈൻഡ് ഓഫ് ട്രിക്കി ക്വസ്റ്റ്യൻ ആക്ച്വലി. നമുക്ക് നോക്കാം. ഡി എന്നുള്ള എടുക്കാം. ഡി എടുത്തു കഴിഞ്ഞാൽ ടോട്ടല് 1200 കുട്ടികളാണ് ഉള്ളത് അല്ലെ. 1200 കുട്ടികളാണ് മൊത്തം ഉള്ളത് അല്ലെ. എല്ലാ ബോയ്സും പാസ്സായിട്ടുണ്ട്. എല്ലാ ബോയ്സും കൂടി എത്രയുണ്ട്? നമ്പർ ഓഫ് ബോയ്സ് ഹു പാസ്ഡ് ഇൻ ദ എക്സാം 300. എല്ലാ ബോയ്സും ആയില്ലേ അത് എത്രയുണ്ട്? 300. അപ്പൊ ഗേൾസ് എത്ര ഉണ്ടാവും? ഇവിടെ ബാക്കിയുള്ളതൊക്കെ ഗേൾസ് അല്ലേ. അപ്പൊ എത്ര ഗേൾസ് ഉണ്ടാവും? 900. മീൻസ് ഗേൾസ് എല്ലാവരും കൂടെ ഫെയിൽ ആയിട്ടുണ്ട് അർത്ഥം അല്ലെ. എല്ലാ ഗേൾസും ഫെയിൽ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് മനസ്സിലായില്ലേ? മൊത്തം 1200 ആൾക്കാരാണ് ഉള്ളത്. അതിൽ ബോയ്സ് എല്ലാ ആൾക്കാരും പാസ്സായിട്ടുണ്ട്. അത് എത്രയാ? ബോയ്സ് എല്ലാ ആൾക്കാരും പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞാല് 300 ബോയ്സ് പാസ്സായിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഗേൾസ് അല്ലേ. അപ്പൊ ഡിയില് 900 ബോയ്സ് ആണ്, ഗേൾസ് ആണ് ഉള്ളത്. ഇനി ഈന്റെ കാര്യം നോക്കുകയാണെങ്കിലോ, ഈന്ന് എല്ലാവരും പാസ്സായിട്ടുണ്ട്. അടിച്ച് പാസ്സാക്കി വിട്ടതാ എല്ലാ ആൾക്കാരും. അപ്പൊ 900-ത്തില് എല്ലാ ആൾക്കാരും പാസ്സായിട്ടുണ്ട് അല്ലെ. എല്ലാ ആൾക്കാരും എന്ന് പറയുമ്പോൾ ബോയ്സും എല്ലാ ആൾക്കാരും പാസ്സായിട്ടുണ്ട്, ഗേൾസും എല്ലാ ആൾക്കാരും പാസ്സായിട്ടുണ്ട്. അപ്പൊ ബോയ്സ് എല്ലാ ആൾക്കാരും പാസ്സായി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് ആരൊക്കെയാണ്? ബാക്കിയുള്ളത് ആരാ? ബോയ്സ് എല്ലാ ആൾക്കാരും ആയി. എത്ര? ഈ 300 എന്ന് പറയുന്നത് ബോയ്സ് എല്ലാ ആൾക്കാരും ആയി. ബാക്കിയുള്ള ഉണ്ടാവും. സോ ഇതില് ഗേൾസ് എത്ര ഉണ്ടാവും? 600 ഗേൾസ്. ടോട്ടല് 1800 ഗേൾസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് ഞാൻ ഈ അവസാനമുള്ള 2 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ള ആ ഒരു ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇങ്ങനെയാണ് ചോദിക്കാട്ടോ. ആ ഒരു ഡാറ്റ ഇൻസഫിഷ്യന്റ് ആണെന്നുള്ള ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നെങ്കിൽ ചോദിക്കാം. അപ്പോ അങ്ങനെയാണ്
വേറെ പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിയൊന്നും വേണ്ട. ഇനിയിപ്പോ ഇന്നലത്തെ ക്ലാസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ചോദിക്കാം. ഇന്നത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വേണമെങ്കിൽ മെസ്സേജ് എടുത്തിടാം. ഞാൻ കാണുമ്പോൾ ഞാൻ ഇനി എന്താണ് ആൻസർ എന്നുള്ളത് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ് വരുന്നത്. ഒന്ന് ഡൗട്ട് സാർ, ഞാൻ പേഴ്സണലൈസ് ആയിട്ട് മനസ്സിലാകുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാവരും 2-3 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ടാവും. നല്ല ഗ്യാപ്പ്, സിമ്പിൾ കാൽക്കുലേഷൻ പോലും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും ഒരു കാര്യം ചെയ്യും, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ എന്നോടിപ്പം PSWന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. അതേപോലെ തന്നെയാണ് മാത്സിന്റെ കാര്യം. 2-3 കൊല്ലമില്ലേ മാത്സ് പഠിച്ചിട്ട്. അപ്പോ ചില ആൾക്കാർക്ക് ചിലത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോ പൊതുവേ ഞാൻ പറയാണ്, ബുദ്ധിമുട്ടുള്ള മാത്സ് ചിലപ്പോൾ ബേസ് പോയ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ബേസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാര് റെക്കോർഡ് സെഷൻ കാണാം. അതേപോലെ പിന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പക്ക ബേസിക് ലെവലിലുള്ള, ഇതിപ്പോ ഐ തിങ്ക് 6ാമത്തെ ക്ലാസ് ആണ് അല്ലെ. നമ്മൾ ഇതുവരെ 4 കഴിഞ്ഞ 4 ക്ലാസ്സുകൾ പക്ക ബേസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ കാണാം. ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും. ഒരാളെ കൊണ്ടും പറ്റാത്തതില്ല. ഇതുവരെയുള്ള ഈ 6 ക്ലാസ്സുകൾ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റും. ഒരു 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നത് എളുപ്പത്തിൽ. അപ്പോ ക്ലാസ്സുകളൊക്കെ വീണ്ടും കാണാം, ഒരു കുഴപ്പമില്ല. ക്ലാസ്സുകൾ റിപ്പീറ്റ് ആയിട്ട് കാണാം, അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ നോട്ട്സ് ഞാൻ തരാം, അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം, അതിലുള്ള സൊല്യൂഷൻസും ഉണ്ടാവും. അത് ചെയ്യാം. അത് ചെയ്താൽ മാത്രം മതി. നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് നിൽക്കുള്ളൂ, നമുക്കത് മൈൻഡിൽ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ എന്തായാലും മനസ്സിൽ വെക്കുക. ഇനി ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വേറെ നല്ല നല്ല എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. എന്തായാലും നോക്കുക. എന്തായാലും പറ്റും, തീർച്ചയായിട്ടും പറ്റും. സിമ്പിൾ കാൽക്കുലേഷൻ ഒക്കെ നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. എന്ത് ചെയ്യാം, ആദ്യം മുതലേ തുടങ്ങുക, ഈസി ആയിട്ട് തുടങ്ങുക. നമ്മളിപ്പോ ചെയ്യുന്നതൊക്കെ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, ഒരുവിധമൊക്കെ ചെയ്യുന്നത് സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. അപ്പൊ അങ്ങനെ ചെയ്തു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കോൺടാക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്റെ നമ്പർ കാര്യങ്ങളൊക്കെ അവസ്ഥ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതിന് മടി പോകണ്ട. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ ശരി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.